മരത്തിന്റെ മുകളിൽ കയറി ചുറ്റുനോക്കി. അപ്പോൾ തടി കൂമ്പാരത്തിന്റെ പിറകിൽ 2 യുവാക്കൾ ഒളിച്ചിരിക്കുന്നത് കണ്ടു. അവരെ വെടിവെക്കാൻ കുതിരപ്പുറത്തുനിന്ന് 4-5 പേർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ ചുറ്റി നടന്ന് അട്ടഹസിക്കാൻ തുടങ്ങി. ആ സമയം ഒളിച്ചിരിക്കുന്നവരിലൊരാൾ കുതിരപ്പുറത്തുള്ള ഒരുവനെ വെടിവെച്ച് വീഴ്ത്തി. മറ്റുള്ളവരുടെ ശ്രദ്ധ വെടിയേറ്റ ആളിലേക്ക് തിരിഞ്ഞപ്പോൾ ഒളിച്ചിരിക്കുന്നവർ ഓട്ടം തുടങ്ങി. ഞാനിരിക്കുന്ന മരത്തിന്റെ അടുത്തേക്കാണ് അവർ ഓടിയത്. അവിടെ കണ്ട മരക്കൂമ്പാരങ്ങളുടെ പിന്നിൽ അവർ ഒളിച്ചു. അവരിലൊന്ന് ബക്കാണെന്ന് എനിക്ക് മനസ്സിലായി. മറ്റേത് ഒരു ചെറുപ്പക്കാരനും. കുതിരപ്പുറത്തുള്ളവർ കുതിച്ച് അവിടെ എത്തിക്കഴിഞ്ഞു. കുറച്ചു സമയം അവിടെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം അവർ കുതിരകളെയും കൊണ്ട് സ്ഥലം വിട്ടു. അവർ പോയപ്പോൾ ഞാൻ ബക്കിനെ വിളിച്ചു. അവൻ അതിശയിച്ചു പോയി. കൂടെ ഉണ്ടായിരുന്നത് അവന്റെ ബന്ധു ജോ ആയിരുന്നു. കുതിരപ്പുറത്ത് പോയവരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ബക്ക എന്നോട് പറഞ്ഞു. അവന്റെ അച്ഛനും സഹോദരന്മാരും ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടുവത്രേ. ഷെപ്പേഡ്സന്മാർ പതിയിരുന്ന് ആക്രമിക്കുകയാണത്രേ ഉണ്ടായത്. സോഫിയയും കൊണ്ട് ഹാർണി ഷെപ്പേഡ്സൺ പുഴ കടന്നുവെന്നും ബക്ക പറഞ്ഞു. പെട്ടെന്ന് പിന്നിൽ നിന്ന് വെടിയൊച്ച മുഴങ്ങി. 3-4 തോക്കുകൾ ഒന്നിച്ച് തീ തുപ്പി. പെട്ടെന്ന് പിന്നിൽ നിന്ന് വെടിയൊച്ച മുഴങ്ങി. 3-4 തോക്കുകൾ ഒന്നിച്ച് തീ തുപ്പി. കുതിരപ്പുറത്തുണ്ടായിരുന്നവർ പിന്നിലൂടെ വളഞ്ഞ് നടന്നു വരികയാണ് ചെയ്തത്. ബക്കിനും കൂട്ടുകാരനും വെടിയേറ്റിരുന്നു. അവർ പുഴയിലേക്ക് ചാടി. കൊലയാളികൾ ഓടിയെടുത്തു. കൊല്ല്, അവനെ കൊല്ല്! കൊലവിളി മുഴങ്ങി. ആ കാഴ്ച കണ്ടപ്പോൾ ഞാൻ മരത്തിൽ നിന്ന് പിടിവിട്ട് വീഴുമോ എന്ന് പോലും ഭയന്നു. ഇരുട്ടാകുന്നതുവരെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഇടയ്ക്ക് കുതിരപ്പുറത്ത് ആളുകൾ പോകുന്നത് കണ്ടു. ചിലപ്പോൾ വെടിയുടെ ശബ്ദവും കേട്ടു. കലാപം തീർന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ വീട്ടിലേക്ക് ഇനി പോകുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഞാൻ നിശ്ചയിച്ചു. ആ കടലാസിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നുവല്ലോ എന്ന് ഞാൻ ഓർത്തു. വല്ലാത്തൊരു അപരാധബോധം എന്നെ പിടികൂടി. മരത്തിൽ നിന്നിറങ്ങി പുഴക്കരയിലൂടെ നടക്കുമ്പോൾ ബക്കിന്റെയും കൂട്ടുകാരന്റെയും ദേഹങ്ങൾ തീരത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവരുടെ മുഖം മറച്ചു. അപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നല്ല ഇരുട്ടായപ്പോൾ ഞാൻ ചതുപ്പ് നിലത്തിലൂടെ നടന്ന് ജിം താമസിക്കുന്ന സ്ഥലത്തെത്തി. അവനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. പുഴ വളവിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ ചങ്ങാടവുമായി യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. കാട്ടിൽ നിന്ന് വെടിയൊച്ച കേട്ടപ്പോൾ എനിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടാകുമോ എന്ന് അവൻ ഭയപ്പെട്ടിരുന്നു. ജിം എന്നെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ചു. ജിം, വേഗം പുറപ്പെടണം, ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് 2 നാഴിക ദൂരം പോയി. മിസിസിപ്പിയുടെ നടുവിൽ ചങ്ങാടമെത്തുന്നതുവരെ എനിക്ക് യാതൊരു സ്വസ്ഥതയും തോന്നിയില്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. ജിം ചോളത്തിന്റെ അപ്പവും പന്നിയിറച്ചിയും എനിക്ക് തന്നു. കൂടിപ്പകകളുടെ മധ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തോടെ ഞാൻ ഭക്ഷണം കഴിച്ചു. ഒന്നിച്ച് വീണ്ടും യാത്ര തുടർന്നപ്പോൾ ഞങ്ങൾ തികച്ചും സന്തുഷ്ടരായിരുന്നു. ചങ്ങാടം പോലെ സ്വാതന്ത്ര്യം സുഖവുമുള്ളൊരു വീട് വേറെയില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. 2-3 ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു. ചങ്ങാടത്തിലെ യാത്ര തികച്ചും ആനന്ദകരമായിരുന്നു. രാത്രി മുഴുവനും സഞ്ചരിക്കും. പകൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. രാത്രി പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒറ്റപ്പെട്ട വീടുകളിൽ നിന്ന് കാണുന്ന വെളിച്ചം വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഇരുട്ടിലൂടെ നീങ്ങുന്ന ഒരു പുകബോട്ട് പുകക്കുള്ളിലൂടെ തീപ്പൊരികൾ ചീറ്റുന്നതും അകലെയെത്തി ഏതെങ്കിലും വളവ് തിരിഞ്ഞ് സാവധാനം അപ്രത്യക്ഷമാകുന്നതും അതിളക്കിവിട്ട തിരമാലകൾ ഞങ്ങളുടെ അടുത്ത് എത്തുന്നതും എല്ലാം രസകരമായ കാഴ്ചകളായിരുന്നു. രാത്രിയിൽ ഞങ്ങൾ മലർന്നു കിടന്ന് ആകാശത്തിലേക്ക് നോക്കും. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ആകാശം. ഈ നക്ഷത്രങ്ങളൊക്കെ എവിടെ നിന്ന് വന്നുവെന്ന് ഞങ്ങൾ അത്ഭുതപ്പെടും. ജിമിന് അതിനെപ്പറ്റി അഭിപ്രായമുണ്ട്. ചന്ദ്രനിടുന്ന മുട്ടകളാണ് നക്ഷത്രങ്ങളെന്ന് അവൻ പറഞ്ഞു. തവള മുട്ടയിടുന്നില്ലേ, അതുപോലെ ചില നക്ഷത്രങ്ങൾ താഴോട്ട് വീഴുന്നത് കാണാറില്ലേ? അത് ചീത്ത മുട്ടകൾ താഴോട്ട് വലിച്ചെറിയുന്നതാണ്. ഒരു ദിവസം പുലരാറായപ്പോൾ ഞങ്ങളൊരു താവളത്തിലെത്തി. അവിടെ ഒരു വള്ളം കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൽ കയറി.
ഒരു കൈവഴിക്ക് സൈപ്രസ് കാടുകളിലേക്ക് തുഴഞ്ഞു നീങ്ങി. കുറച്ച് പഴങ്ങൾ ശേഖരിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ 2 പേർ അതിവേഗത്തിൽ എൻ്റെ നേർക്ക് ഓടി വരുന്നത് കണ്ടു. എന്നെയോ ജിമ്മിനെയോ പിടികൂടാൻ വരികയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അവർ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആളുകൾ നായ്ക്കളോട് കൂടി തങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ അവരെ വള്ളത്തിൽ കയറ്റി താവളത്തിലേക്ക് തിരിച്ചു. 10 നിമിഷം കഴിഞ്ഞപ്പോൾ ആളുകളുടെയും നായ്ക്കളുടെയും ബഹളം കരയിൽ നിന്ന് കേട്ടു. ശബ്ദം കേൾക്കാനല്ലാതെ അവരെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. താവളത്തിലെത്തി പരുത്തിച്ചെടികൾക്കിടയിൽ ഞങ്ങൾ ഒളിച്ചു. അവരിൽ ഒരാൾക്ക് 70ഓളം വയസ്സുണ്ടായിരുന്നു. നരച്ച മേൽമീശയും കഷണ്ടിയും. കീറിപ്പഴകിയ വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരുന്നത്. തൊപ്പിയും ബൂട്ട്സുമെല്ലാം കീറിപ്പറഞ്ഞവയായിരുന്നു. മറ്റേയാൾക്ക് 30 വയസ്സ് പ്രായം കാണും. 2 പേരുടെയും കയ്യിൽ വലിയ യാത്രാസഞ്ചികൾ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ പരിചയമില്ല എന്നതാണ് ഏറ്റവും വലിയ രസം. നീ എങ്ങനെയാണ് കുഴപ്പത്തിൽപ്പെട്ടത്? വൃദ്ധൻ ചോദിച്ചു. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ പല്ല് വൃത്തിയാക്കുന്ന ഒരു മരുന്ന് വിൽപ്പന നടത്തുകയായിരുന്നു. അതുപയോഗിച്ചാൽ പല്ല് വൃത്തിയാകുന്നതോടൊപ്പം പല്ലിൻ്റെ കവടിയും നഷ്ടപ്പെടും. മരുന്ന് വിൽപ്പനയ്ക്ക് ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് നിങ്ങളെ കണ്ടുമുട്ടിയത്. വൃദ്ധൻ പറഞ്ഞു, ഞാൻ മദ്യവർജന പരിപാടിയുമായി നടക്കുകയായിരുന്നു. സ്ത്രീകൾക്കെല്ലാം എൻ്റെ പ്രസംഗം വലിയ കാര്യമായിരുന്നു. ദിവസം $5 വീതം ഞാൻ സമ്പാദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മദ്യം സേവിക്കുമെന്നും എൻ്റെ മുറിയിൽ മദ്യക്കുപ്പികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും ആരോ പറഞ്ഞു പരത്തി. അത് കേട്ടപ്പോൾ ആളുകൾ കൂട്ടം ചേർന്ന് എന്നെ ചോദ്യം ചെയ്യാൻ മുതിർന്നു. അവർ പിടികൂടുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടുകയാണ് ഉണ്ടായത്. മേലിൽ 2 പേർക്കും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ചെറുപ്പക്കാരനറിയാത്ത ഏർപ്പാടൊന്നും തന്നെയില്ല. പത്രമടിക്കും, മരുന്ന് വിൽക്കും, നാടകം അഭിനയിക്കും, വേണമെങ്കിൽ പ്രസംഗിക്കുകയും ചെയ്യും. വൃദ്ധൻ്റെ പ്രധാന ജോലി സുവിശേഷ പ്രസംഗമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കും. അത്യാവശ്യം ചികിത്സയുമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ അസ്വസ്ഥനാവുകയും ഓരോന്ന് പറഞ്ഞ് വേവലാതിപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. അയാൾ വാസ്തവത്തിൽ ഞങ്ങളുടെ കൂടെ ചങ്ങാടത്തിൽ കഴിഞ്ഞു കൂടേണ്ട ആളൊന്നുമല്ല. അയാൾ യഥാർത്ഥ ബ്രിഡ്ജ് വാട്ടർ പ്രഭുവാണെന്നും അച്ഛൻ്റെ മരണശേഷം സഹോദരന്മാർ സ്വത്തെല്ലാം തട്ടിയെടുത്ത് തന്നെ വഴിയാധാരമാക്കുകയാണ് ഉണ്ടായതെന്നും അയാൾ പറഞ്ഞു. എനിക്ക് ആ ചെറുപ്പക്കാരനോട് ദയ തോന്നി. ഞങ്ങൾ ബഹുമാനത്തോടുകൂടി പ്രഭു എന്ന് വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വളരെ സന്തോഷിച്ചു. വൃദ്ധനാണെങ്കിൽ കുറഞ്ഞ പുള്ളിക്കാരനൊന്നുമല്ല. ഫ്രാൻസിലെ രാജാവായ ലൂയി 17 കഷ്ടപ്പാടുകൾ കൊണ്ട് മുടി നരയ്ക്കുകയും കഷണ്ടി ബാധിക്കുകയും ചെയ്തതാണ്. കീറ വസ്ത്രവും ധരിച്ച് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഫ്രാൻസിലെ യഥാർത്ഥ രാജാവാണെന്ന് വൃദ്ധൻ വീമ്പിളക്കി. ഞങ്ങൾ രാജാവിനെയും വേണ്ട വിധം ബഹുമാനിക്കുന്നതാണെന്ന് അറിയിച്ചു. അവർ യഥാർത്ഥത്തിൽ പ്രഭുവും രാജാവൊന്നുമല്ല, വെറും 7ാം കൂലികളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. ജിമ്മിനോട് അക്കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല എന്നതുകൊണ്ട് ഞാനത് പറഞ്ഞില്ലെന്ന് മാത്രം. പ്രഭുവിനും രാജാവിനും ഒരു 100 കൂട്ടം കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നറിയണം. പകൽ യാത്ര ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ചങ്ങാടം ഒളിപ്പിച്ചു വയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജിം ഒളിച്ചോടിയ കാപ്പിരിയാണോ? ഇങ്ങനെ പലതും. ജിമ്മിനെ കണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടെന്നും അതുകൊണ്ടാണ് രാത്രി മാത്രം യാത്ര ചെയ്യുന്നതെന്നും ഞാൻ അവരോട് പറഞ്ഞു. രാത്രിയിൽ മഴ പെയ്യാൻ തുടങ്ങി. പ്രഭുവും രാജാവും കൂടാരത്തിൽ നുഴഞ്ഞു കയറി ഞങ്ങളുടെ കിടക്ക കയ്യേറി. എനിക്കും ജിമ്മിനും ഊഴമിട്ട് ഉറക്കം വിളിച്ച് കാവിലിരിക്കേണ്ടതായി വന്നു. രാവിലെ ചങ്ങാടം ഒളിപ്പിച്ച ശേഷം ഞങ്ങൾ പ്രാതൽ കഴിച്ചു. ഒരു പഴകിയ ചീട്ട് പെട്ടി തപ്പിയെടുത്ത് രാജാവും പ്രഭുവും കളിക്കാൻ തുടങ്ങി. ചീട്ട് കളിച്ച് മടുത്തപ്പോൾ പ്രഭു ഒരു കൂട്ടം നോട്ടീസുകൾ സഞ്ചിയിൽ നിന്ന് പുറത്തെടുത്തു. സാമുദ്രിക ശാസ്ത്രം, ദുരന്ത നാടകം, പ്രേതബാധ ഒഴിപ്പിക്കൽ, ഇങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധമുള്ള നോട്ടീസുകളായിരുന്നു അവ. അതിനുശേഷം പ്രഭു നാടക അഭിനയത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. റിച്ചാർഡ് മൂന്നാമിലെ വാൾപ്പയറ്റും റോമിയോ ആൻഡ് ജൂലിയറ്റിലെ ബാൽക്കണി രംഗവും
അഭിനയിക്കണമെന്ന് അയാൾ രാജാവിനോട് പറഞ്ഞു. എന്നിട്ട് പട്ടണത്തിലെ ഒരു ഹാൾ വാടകയ്ക്കെടുത്ത് അവതരിപ്പിക്കണം. താൻ റോമിയോ ആയി അഭിനയിച്ച് ശീലിച്ചതുകൊണ്ട് ജൂലിയറ്റിന്റെ ഭാഗം രാജാവ് അഭിനയിക്കണമെന്ന് പ്രഭു പറഞ്ഞു. രാജാവിന്റെ കഷണ്ടി തലയും നരച്ച മീശയുമൊക്കെ കൊണ്ട് ചെറുപ്പക്കാരിയായി ജൂലിയറ്റിന്റെ വേഷം കിട്ടുവാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയം തോന്നി. നാടകം കാണുന്ന കോന്തന്മാർക്ക് അതൊക്കെ ധാരാളം മതിയെന്നായിരുന്നു പ്രഭുവിന്റെ അഭിപ്രായം. ജൂലിയറ്റിന് അണിയാനുള്ള അങ്കിയും തൊപ്പിയും അയാൾ സഞ്ചിയിൽ നിന്ന് പുറത്തെടുത്ത് കാണിച്ചു. രാജാവിന് തൃപ്തിയായി. അടുത്ത പട്ടണത്തിലെത്തിയപ്പോൾ ഉച്ചഭക്ഷണത്തിന് ശേഷം പ്രഭുവും രാജാവും പുറത്തേക്കിറങ്ങി. കുറച്ച് കാപ്പി വാങ്ങാനായി ഞാനും അവരുടെ കൂടെ ചെന്നു. പട്ടണത്തിൽ ആളുകളാരും ഉണ്ടായിരുന്നില്ല. അന്വേഷിച്ചപ്പോൾ എല്ലാവരും ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്ന് മനസ്സിലായി. പ്രഭു ഒരു പ്രസ് കണ്ടപ്പോൾ അവിടെ കയറി. ഞങ്ങൾ മീറ്റിംഗ് ഉള്ള സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. മീറ്റിംഗ് നടക്കുന്ന സ്ഥലം പന്തലുകൾ കെട്ടി അലങ്കരിച്ചിരുന്നു. പുറത്ത് വാഹനങ്ങളും മൃഗങ്ങളും, അകത്ത് ആയിരക്കണക്കിൽ ആളുകളുമുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ അപ്പവും ലെമനേഡും വത്തക്കയും പച്ചച്ചോളവും മറ്റും ധാരാളം വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഉപദേശി വേദപുസ്തകത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന വായിക്കുകയായിരുന്നു. ആളുകളത് ഏറ്റുപാടുകയും ദൈവത്തിന് സ്തുതി, ആമേൻ എന്ന് ഉപദേശി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം കണ്ടപ്പോൾ രാജാവിന് ആവേശം വന്നു. അയാൾ സ്റ്റേജിലേക്ക് ഓടിക്കയറി. ഉപദേശി അയാളോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. രാജാവ് തൻ്റെ പ്രസംഗത്തിൽ താൻ 30 കൊല്ലക്കാലം ഒരു കടൽ കൊള്ളക്കാരനായിരുന്നുവെന്നും ഇപ്പോൾ അതെല്ലാം നിർത്തി കടൽ കൊള്ളക്കാരെ കണ്ടുപിടിച്ച് അവരെ നേർവഴിക്ക് നയിക്കാനുള്ള ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അറിയിച്ചു. ഇക്കാര്യത്തിൽ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അയാൾ പറഞ്ഞു. അയാൾക്ക് വേണ്ടി ഒരു പിരിവെടുക്കുക, തൊപ്പി കാട്ടി അയാൾ തന്നെ ചുറ്റി നടക്കട്ടെ, ആളുകൾ വിളിച്ചു പറഞ്ഞു. രാജാവ് ഉടനെ തൊപ്പിയുമായി ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങി. സംഭാവന തരുന്നവരെ അയാൾ അനുഗ്രഹിക്കുകയും പാവപ്പെട്ട കടൽ കള്ളന്മാരോട് ഇത്രയും നന്മ കാണിച്ചതിന് അവരോട് നന്ദി പറയുകയും ചെയ്തു. ചില സുന്ദരികൾ അയാളെ ഉമ്മ വയ്ക്കാൻ മുമ്പോട്ട് വന്നു. ഒരാഴ്ച കൂടെ വന്ന് താമസിക്കാൻ ചിലർ ക്ഷണിച്ചു. രാജാവ് ചങ്ങാടത്തിൽ തിരിച്ചെത്തി പണം എണ്ണി നോക്കി. $87 85 ഉണ്ടായിരുന്നു. പ്രസംഗം കൊണ്ട് ഇത്രയും ഒരിക്കലും താൻ നേടിയിട്ടില്ലെന്ന് രാജാവ് പറഞ്ഞു. ഏതാനും തട്ടിപ്പുകളൊക്കെ നടത്തിയാണ് പ്രഭുവും തിരിച്ചെത്തിയിട്ടുള്ളത്. പത്രത്തിലേക്കുള്ള പരസ്യവും പത്രത്തിന്റെ വരിസംഖ്യയും മറ്റുമായി $9.50 അയാൾ കീശയിലാക്കിയിരുന്നു. മറ്റൊരു സംഗതി പ്രഭു കൊണ്ടുവന്ന ഒരു പരസ്യമാണ്. ഒളിച്ചോടുന്ന ഒരു കാപ്പിരിയുടെ പടമുണ്ടായിരുന്നു അതിൽ. അടിയിൽ $200 സമ്മാനം എന്നും എഴുതിയിരുന്നു. ഇനി പകൽ യാത്ര ചെയ്യാൻ പേടിക്കേണ്ടതില്ലെന്നും വല്ലവരും ജിമ്മിനെ പറ്റി അന്വേഷിച്ചാൽ സമ്മാനം കിട്ടാൻ അവനെ പിടിച്ചുകൊണ്ടു പോവുകയാണെന്ന് പറഞ്ഞാൽ മതിയെന്നും പ്രഭു അഭിപ്രായപ്പെട്ടു. ഏതായാലും അധിക സമയം അവിടെ ചെലവഴിക്കുന്നത് അപകടമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. രാത്രി നല്ല പോലെ ഇരുട്ടുന്നതുവരെ ഞങ്ങൾ ഒളിച്ചിരുന്നു. പട്ടണത്തിൽ നിന്ന് വളരെ ദൂരം എത്തിയിട്ടേ അന്ന് ഞങ്ങൾ റാന്തൽ പോലും കൊളുത്തിയുള്ളൂ. പിറ്റേന്ന് നേരം വെളുത്തിട്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ഉടനെ രാജാവും പ്രഭുവും നാടകത്തിന്റെ റിഹേഴ്സൽ ആരംഭിച്ചു. ആദ്യം രാജാവ് ചങ്ങാടത്തിൽ ഒരു മൂലയിലിരുന്നു. റോമിയോ ആൻഡ് ജൂലിയറ്റിലെ തൻ്റെ ഭാഗം മനഃപ്പാടമാക്കി. പിന്നീട് രണ്ടുപേരും കൂടി അഭിനയിക്കാൻ തുടങ്ങി. പ്രഭു ഓരോ വാക്യവും എങ്ങനെയാണ് പറയേണ്ടതെന്ന് രാജാവിന് പഠിപ്പിച്ചു കൊടുത്തു. നെടുവീർപ്പിടാനും നെഞ്ചത്ത് കൈവയ്ക്കാനുമൊക്കെ പഠിപ്പിച്ചു. രാജാവ് നന്നായി ചെയ്യുന്നുണ്ടെന്ന് പ്രഭു അഭിപ്രായപ്പെട്ടു. പക്ഷേ റോമിയോ എന്ന് വിളിക്കുമ്പോൾ കാളയെപ്പോലെ മുക്രയിടരുതെന്നും താൻ ഒരു പെൺകുട്ടിയാണെന്ന കാര്യം ഓർക്കണമെന്നും പ്രഭു രാജാവിന് ഉപദേശിച്ചു. അതിനുശേഷം റിച്ചാർഡ് മൂന്നാമനിലെ വാൾപ്പയറ്റ് രംഗമായിരുന്നു. മരത്തിന്റെ 2 വാളുകൾ അവർ സംഘടിപ്പിച്ചിരുന്നു. അവരുടെ പയറ്റ് ഒരു ഗംഭീര കാഴ്ച തന്നെയായിരുന്നു. പരിശീലനത്തിനിടയ്ക്ക് പിന്നാക്കം നടന്ന് രാജാവ് വെള്ളത്തിൽ വീണുപോയി. അത് ഞങ്ങൾക്ക് ചിരിക്കാനുള്ള വക നൽകി. അടുത്ത പട്ടണത്തിലെത്തിയാൽ തങ്ങളുടെ പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് പ്രഭുവും രാജാവും തീർച്ചയാക്കി. അവിടെ ഒരു സർക്കസ് ഉണ്ടായിരുന്നു. ഞാനത് കാണാൻ പോയി. കയ്യിൽ പണമുണ്ടായിരുന്നിട്ടും ടിക്കറ്റ് എടുത്തില്ല.
കാവൽക്കാരന്റെ കണ്ണിൽ പൊടിയിട്ട് തമ്പിനുള്ളിൽ നൂണുകടന്നു. അവിടുത്തെ കാഴ്ചകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടിക്കുപ്പായി മാത്രമിട്ട ആണുങ്ങളും മിന്നുന്ന വസ്ത്രം ധരിച്ച സുന്ദരികളായ സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. പോരാത്തതിന് കുതിരകളും. കളിമൂപ്പന്റെ പിന്നിൽ നിന്ന് നേരം പോക്കുകൾ കാണിക്കുന്ന കോമാളിയെ എനിക്ക് വളരെ ഇഷ്ടമായി. കുതിരകളുടെ കളികളും എന്നെ രസിപ്പിച്ചു. കൂട്ടത്തിൽ ഒരു കുടിയന്റെ അഭിനയവുമുണ്ടായിരുന്നു. കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നെ എതിരേറ്റത് പ്രഭുവിൻ്റെയും രാജാവിൻ്റെയും നാടകത്തെക്കുറിച്ചുള്ള പരസ്യങ്ങളായിരുന്നു. തലങ്ങും വിലങ്ങും അവ ഒട്ടിച്ചിട്ടുണ്ട്. ഗംഭീര പരസ്യം തന്നെ. നോട്ടീസിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവേശനമില്ല എന്ന് പ്രത്യേകം എഴുതിയിരുന്നു. പകൽ മുഴുവനും രാജാവും പ്രഭുവും സ്റ്റേജിൻ്റെയും കർട്ടൻ്റെയും പരിപാടികളിൽ മുഴുകി. ലൈറ്റിന് മെഴുകുതിരികൾ മതിയെന്ന് വെച്ചു. വൈകുന്നേരമായതോടുകൂടി ഹാൾ ആണുങ്ങളെ കൊണ്ട് നിറഞ്ഞൊഴുകി. ആദ്യം പ്രഭുവിൻ്റെ ഒരു പ്രസംഗമായിരുന്നു. അവിടെ അരങ്ങേറാൻ പോകുന്ന ദുരന്ത നാടകത്തെ പ്രശംസിച്ചുകൊണ്ടുള്ളതായിരുന്നു പ്രസംഗം. അങ്ങനെ ആളുകളുടെ പ്രതീക്ഷകളെ തട്ടി ഉണർത്തിയ ശേഷം കർട്ടൻ ഉയർന്നു. അപ്പോൾ രാജാവ് 4 കാലിന്മേൽ നടന്നുകൊണ്ട് സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടു. ആൾ പരിപൂർണ നഗ്നനാണ്. ദേഹം മുഴുവനും പല നിറത്തിലുള്ള വരകളും കുറികളും ഉണ്ടായിരുന്നു. ഒരു മഴവില്ല് പോലെ മനോഹരമായ വരകൾ. ആളുകൾക്ക് നേരം പോക്കിനുള്ള വകയായി. അയാൾ വട്ടം കറങ്ങി സ്റ്റേജിൽ നിന്ന് അണിയറയിലേക്ക് പോയപ്പോൾ ആളുകൾ വീണ്ടും കാണണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. അപ്പോൾ രാജാവ് വീണ്ടും സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ തിരിച്ചു പോയപ്പോൾ ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് വരാൻ ജനങ്ങൾ നിർബന്ധിച്ചു. ആ കിഴവന്റെ കോപ്രാട്ടികൾ കണ്ട് കാണികൾ ആർത്താർത്ത് ചിരിച്ചു. അപ്പോൾ തിരശ്ശീല വീണു. പ്രഭു ജനങ്ങളെ വണങ്ങി. ഈ മഹത്തായ ദുരന്ത നാടകം ഇനി 2 രാത്രി കൂടി മാത്രമേ അവിടെ ഉണ്ടായിരിക്കൂ എന്ന് അയാൾ അറിയിച്ചു. അല്ല, കഴിഞ്ഞോ? ഇത്രയേ ഉള്ളോ? കുറേ പേർ വിളിച്ചു ചോദിച്ചു. കഴിഞ്ഞു എന്ന് പ്രഭു പറഞ്ഞപ്പോൾ ആളുകൾക്ക് സംശയമായി. തങ്ങൾ വിഡ്ഢികളാക്കപ്പെട്ടുവോ എന്ന് പലർക്കും ശങ്ക തോന്നി. അപ്പോൾ ഒരു മാന്യൻ അത്തരം സംശയങ്ങളെല്ലാം അസ്ഥാനത്താണെന്നും തങ്ങളുടെ പ്രവൃത്തികളിലൊന്നും ഏർപ്പെടരുതെന്നും നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി. ആളുകൾ ഉഗ്രൻ നാടകം എന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയി. പ്രദർശന സ്ഥലത്തേക്ക് പിറ്റേന്ന് ജനങ്ങളുടെ വമ്പിച്ച പ്രവാഹമായിരുന്നു. പരിപാടിയെപ്പറ്റി കേട്ടറിഞ്ഞ് എത്തിയവരായിരുന്നു പലരും. 3-ാമത്തെ രാത്രി പതിവില്ലാത്ത തിരക്ക് തോന്നി. പലരും പുതിയതായി വന്നവരായിരുന്നില്ല. 1ഉം 2ഉം രാത്രിയിലെ പരിപാടി ആസ്വദിച്ചവരായിരുന്നു അധികവും. കെട്ട മുട്ടയും ചീഞ്ഞ ക്യാബേജും മിക്കവരുടെയും കൈവശമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സംഗതി അത്ര പന്തിയല്ലെന്ന് പ്രഭുവിന് തോന്നി. വാതിലിനടുത്ത് ഒരാളെ കാവൽ നിർത്തിയിട്ട് പ്രഭു ഇരുട്ടിൽ പിൻവാതിലിലൂടെ ഓടി രക്ഷപ്പെട്ടു. കുറച്ച് സമയം കഴിഞ്ഞാണെങ്കിലും രാജാവും ചങ്ങാടത്തിലെത്തി. ഒരു നിമിഷവും പാഴാക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ആ പട്ടണത്തിൽ നിന്ന് 10 നാഴിക അകലെ എത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ വെളിച്ചം പോലും കൊളുത്തിയുള്ളൂ. രാത്രിയിൽ ജിം തല കാൽമുട്ടുകൾക്കിടയിൽ വെച്ച് തേങ്ങിക്കരയാൻ തുടങ്ങി. സ്വന്തം വീടിനെക്കുറിച്ചുള്ള ചിന്തയാണ് കാരണം. ഭാര്യയെയും മക്കളെയും കാണാൻ കഴിയാത്തതിൽ അവന് വലിയ സങ്കടം തോന്നി. രാത്രിയിൽ പലപ്പോഴും അവൻ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ജിമ്മിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഊമയും ബധിരയുമായ കൊച്ചുമകളെ കാരണമില്ലാതെ അടിക്കേണ്ടി വന്നൊരു സംഭവം അവൻ എന്നോട് പറഞ്ഞു. ദുഃഖം കൊണ്ട് അവൻ്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. രാജാവ് അടുത്ത പട്ടണത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അയാൾ പുതുവസ്ത്രങ്ങൾ എടുത്തു ധരിച്ചു. എന്നോട് കൂടെ വരാൻ പറയുകയും ചെയ്തു. ജിമ്മിനെ ചങ്ങാടത്തിൽ തന്നെ ഇരുത്തി. മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ അവൻ്റെ കൈകാലുകൾ ബന്ധിച്ചിടുകയും ചെയ്തു. ഞങ്ങളൊരു വള്ളത്തിൽ കരയിലേക്ക് പുറപ്പെട്ടു. വള്ളം ഒളിപ്പിച്ചു വെച്ച് കരയ്ക്കിറങ്ങി. അവിടെ ഞങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അയാൾ മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് ഒരു മരത്തടിയിൽ ഇരിക്കുകയായിരുന്നു. കയ്യിൽ യാത്രയ്ക്കുള്ള 2 സഞ്ചിയുമുണ്ട്. അയാൾ ന്യൂ ഓർലൻസിലേക്ക് പോകുന്ന പുക ബോട്ടും കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ മിസ്റ്റർ വിൽക്സ് ആണോ? ചെറുപ്പക്കാരൻ രാജാവിനോട് ചോദിച്ചു. അല്ല, എന്താണ് അങ്ങനെ ചോദിക്കാൻ?
രാജാവ് തിരക്കി. ഞങ്ങളുടെ പട്ടണത്തിലെല്ലാവരും ഹാർവി വിൽക്സിനെയും അയാളുടെ സഹോദരൻ വില്യമിനെയും കാത്തിരിക്കുകയാണ്. അവർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നെത്തണം. അവരുടെ സഹോദരനായ പീറ്റർ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. അയാൾ സഹോദരന്മാർക്ക് 3 മാസം മുമ്പ് എഴുതിയിരുന്നു. ചെറുപ്പക്കാരൻ എല്ലാം വിസ്തരിച്ച് പറയാൻ തുടങ്ങി. അവർ 4 സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്. ഹാർവിയും വില്യമും ഇംഗ്ലണ്ടിലായിരുന്നു താമസം. പീറ്ററും ജോർജും ഇവിടെയും. ജോർജ് വിവാഹിതനും 3 പെൺകുട്ടികളുടെ പിതാവുമായിരുന്നു. അയാളും ഭാര്യയും കഴിഞ്ഞ വർഷം മരിച്ചു. പിന്നെ പെൺകുട്ടികൾ പീറ്ററുടെ സംരക്ഷണത്തിലായിരുന്നു. ഇംഗ്ലണ്ടിലുള്ള സഹോദരന്മാരെ പീറ്റർ കണ്ടത് 30 വർഷം മുമ്പാണ്. പെൺകുട്ടികളിപ്പോൾ ആ അമ്മാവന്മാരെ കാത്തിരിക്കുകയാണ്. പീറ്റർ അന്തരിച്ചത് മഹാകഷ്ടമായി പോയെന്ന് രാജാവ് പറഞ്ഞു. സ്നേഹമില്ലാത്ത ഈ ലോകത്തിൽ തനിച്ചായ പെൺകുട്ടികളോട് തനിക്ക് സഹതാപമുണ്ടെന്നും വൃദ്ധൻ വ്യക്തമാക്കി. എന്നിട്ട് അവരെക്കുറിച്ച് കൂടുതലറിയാൻ ആഗ്രഹം കാണിച്ചു. യുവാവ് പറഞ്ഞു, മൂത്തവൾ മേരി ജെയിനാണ്. 19 വയസ്സ് പ്രായമുണ്ടായിരിക്കും. സൂസന് 15, ജോവാനയ്ക്ക് 14 വയസ്സ് പ്രായമുണ്ട്. ചെറുപ്പക്കാരിൽ നിന്ന് രാജാവ് കൂടുതൽ വിവരങ്ങൾ ചോർത്തിയെടുത്തു. പീറ്ററുടെ ജോലി തോൽ ഉറക്കിടലായിരുന്നു. ജോർജിൻ്റേത് ആശാരിപ്പണിയും. ഹാർവി ഒരു സഭാ ഉപദേശിയായിരുന്നു. വില്യം ഒരു ഊമയും ചെകിടനുമാണ്. പീറ്ററുടെ കുടുംബ സുഹൃത്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങളും രാജാവ് ചോദിച്ചു മനസ്സിലാക്കി. പീറ്റർ വലിയ പണക്കാരനായിരുന്നോ? വൃദ്ധൻ ചോദിച്ചു. അയാൾക്ക് ഒരുപാട് സ്വത്തുണ്ട്. പണം വീട്ടിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. തൻ്റെ പണം എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്നും പെൺമക്കൾക്ക് മറ്റും സ്വത്ത് ഭാഗിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു എഴുത്ത് അയാൾ ഹാർവിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഹാർവി പെട്ടെന്ന് എത്തിപ്പെടുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? രാജാവിന് ഒരു സംശയം. ഇല്ല, അയാൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തണ്ടേ? പോരാത്തതിന് മരിച്ച വിവരം തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നതിന് എന്താണ് ഉറപ്പ്? രാജാവിന് സമാധാനമായി. അയാൾ ചെറുപ്പക്കാരനോട് യാത്ര പറഞ്ഞു. ചെറുപ്പക്കാരൻ പോയ ഉടനെ രാജാവ് എന്നോട് ചങ്ങാടത്തിൽ ചെന്ന് പ്രഭുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കഴിയുന്നത്രയും വേഗം പ്രഭുവിനെ രാജാവിൻ്റെ അടുത്തെത്തിച്ചു. ചെറുപ്പക്കാരൻ പറഞ്ഞ കഥ വൃദ്ധൻ പ്രഭുവിനെ ധരിപ്പിച്ചു. പീറ്ററുടെ സഹോദരന്മാരാണെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ പറ്റിച്ച് സ്വത്ത് തട്ടിയെടുക്കണമെന്ന് 2 പേരും പരിപാടിയിട്ടു. ഞാൻ ഹാർവി, ചെകിടനും ഊമയുമായി വില്യം താൻ, രാജാവ് പറഞ്ഞു. ഉച്ച തിരിഞ്ഞതോടുകൂടി അവർ ഒരു പ്രത്യേക ബോട്ട് വാടകയ്ക്കെടുത്ത് യാത്ര പുറപ്പെട്ടു. സ്ഥലത്തെത്തിയ ഉടനെ അവർ ആദ്യം കണ്ട മനുഷ്യനോട് ചോദിച്ചു, പീറ്റർ വിൽസ് താമസിക്കുന്ന വീട് ഏതാണെന്ന് പറയാമോ? അയാൾ വളരെ പ്രയാസപ്പെട്ട് പറഞ്ഞു, പീറ്റർ വിൽസ്? അദ്ദേഹം ഇന്നലെ രാത്രി മരിച്ചല്ലോ. ഉടൻ തന്നെ രാജാവ് വെട്ടേറ്റതുപോലെ ആ മനുഷ്യൻ്റെ ചുമലിൽ തകർന്നു വീണു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു. ഹാ, എൻ്റെ സഹോദരൻ പോയോ? കഷ്ടമായി പോയല്ലോ. ആളുകൾ തടിച്ചുകൂടി. രാജാവും പ്രഭുവും ഭയങ്കര കരച്ചിൽ തന്നെ. ആളുകൾ അവരെ സമാശ്വസിപ്പിച്ച് കുന്നിൻ പുറത്തുള്ള പീറ്ററുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ യാത്രാസഞ്ചികൾ പോലും മറ്റുള്ളവർ തൂക്കിയെടുത്തു. വിവരമറിഞ്ഞ ആളുകൾ പല സ്ഥലത്തു നിന്നും പാഞ്ഞെത്തി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തെരുവ് മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പെൺകുട്ടികൾ ഞങ്ങളെ എതിരേൽക്കാൻ വാതിലിനടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. നല്ല സൗന്ദര്യമുള്ള കുട്ടികൾ. രാജാവ് കൈകൾ നീട്ടേണ്ട താമസം മേരി ജെയിൻ ചാടി വീണു. പിന്നെ കെട്ടിപ്പിടുത്തവും കരച്ചിലും തന്നെ. അതിനുശേഷം രാജാവും പ്രഭുവും പീറ്ററുടെ മൃതദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. മുൻഭാഗത്തുള്ള മുറിയിലെ മൂലയിലാണ് ശവപ്പെട്ടി ഉണ്ടായിരുന്നത്. ഭക്തിയോടുകൂടി അവർ അവിടേക്ക് നടന്നു നീങ്ങിയപ്പോൾ സകലരും വഴിമാറിക്കൊടുത്തു. പുരുഷന്മാരെല്ലാവരും തൊപ്പി തലയിൽ നിന്നെടുത്തു. രാജാവും പ്രഭുവും കുനിഞ്ഞ് ശവപ്പെട്ടിയിലേക്ക് നോക്കി. പിന്നെ ഒറ്റ പൊട്ടിക്കരച്ചിലാണ്. അവർ കരയുന്നത് കണ്ടപ്പോൾ ചുറ്റും നിന്നവർ യഥാർത്ഥത്തിൽ കരയുക തന്നെയായിരുന്നു. പിന്നെ അവർ മുട്ടുകുത്തി നെറ്റി പെട്ടിമേൽ തൊടിവിച്ച് പ്രാർത്ഥനയാരംഭിച്ചു. അതിനുശേഷം നടന്നത് രാജാവിൻ്റെ ഒരു പ്രസംഗമായിരുന്നു. തികച്ചും വികാരനിർഭരമായ പ്രസംഗം തന്നെ. രാജാവ് ദുഃഖം കടിച്ചമർത്തി
വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. പീറ്ററുടെ ചില കുടുംബ സുഹൃത്തുക്കളുടെ പേർ കൂടി തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറയാൻ വൃദ്ധൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആളുകൾ രാജാവിനോട് നന്ദി പറയുകയും പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പ്രഭുവാകട്ടെ ഒരു വിഡ്ഢിയെപ്പോലെ തല കുലുക്കി ഗൂ ഗൂ എന്ന് ശബ്ദിച്ചുകൊണ്ടിരുന്നു. മേരി ജെയിൻ അച്ഛൻ എഴുതി വച്ച കത്ത് കൊണ്ടുവന്ന് രാജാവിനെ ഏൽപ്പിച്ചു. അയാളത് ഉറക്കെ വായിച്ചു. ആകെയുള്ള $6000 പകുതി പെൺകുട്ടികൾക്കും പകുതി സഹോദരന്മാർക്കുമാണ് അയാൾ എഴുതിവച്ചത്. നിലവറയിൽ പണം ഒളിപ്പിച്ചു വെച്ച സ്ഥലം എവിടെയാണെന്നും അതിൽ പറഞ്ഞിരുന്നു. രാജാവും പ്രഭുവും പണം എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഒരു മെഴുകുതിരിയെടുത്ത് അവരുടെ കൂടെ ചെല്ലാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ അപൂർവ നിധി കണ്ടെത്താൻ ഒരു പ്രയാസവും നേരിട്ടില്ല. നിലവറയിൽ ഒരു സഞ്ചിയിലാണ് പണം സൂക്ഷിച്ചിരുന്നത്. $6000 ഒന്നിച്ചു കണ്ടപ്പോൾ രാജാവിൻ്റെയും പ്രഭുവിൻ്റെയും കണ്ണുകൾ മഞ്ഞളിച്ചു. ഉള്ളിലെ സന്തോഷമൊതുക്കാൻ അവർക്ക് പ്രയാസം തോന്നി. എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു. അവരുടെ മുമ്പിൽ പണം കൊണ്ടുവച്ച ശേഷം രാജാവ് ഒരു പ്രസംഗം കൂടി തട്ടിവിട്ടു. തങ്ങൾക്ക് എഴുതി വെച്ച $3000 കൂടി പെൺകുട്ടികൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതായി അയാൾ അറിയിച്ചു. എത്ര നല്ലവർ എന്ന് മറ്റുള്ളവർ അവരെക്കുറിച്ച് പറയാൻ അത് ധാരാളം മതിയായിരുന്നു. പക്ഷേ ആൾക്കൂട്ടത്തിൽ പീറ്ററുടെ ഒരു പഴയ സുഹൃത്തുണ്ടായിരുന്നു, ഡോക്ടർ റോബിൻസൺ. അദ്ദേഹത്തിന് രാജാവിനെയും പ്രഭുവിനെയും പറ്റി നല്ല സംശയം തോന്നി. ഡോക്ടർ പെൺകുട്ടികളോട് പറഞ്ഞു, നിങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഈ 2 മനുഷ്യരെയും വിശ്വസിക്കരുത്. ഇവർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവരല്ല. അവരുടെ സംസാരം കേട്ടില്ലേ? കഴിയുന്നത്രയും വേഗം അവരെ വെളിയിൽ ഇറക്കി വിടണം. പെൺകുട്ടികൾ ഡോക്ടർ റോബിൻസന്റെ വാക്കുകൾ ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. മേരി ജെയിൻ പണസഞ്ചി പൊക്കിയെടുത്ത് രാജാവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഈ പണം മുഴുവനും നിങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. രാജാവിന് വളരെ സന്തോഷമായി. അയാൾ മുറി വല്ലതും ഒഴിവുണ്ടോ എന്ന് മേരി ജെയിനോട് അന്വേഷിച്ചു. അവൾ സ്വന്തം മുറി തന്നെ അയാൾ കൊഴിഞ്ഞുകൊടുത്തു. എന്നിട്ട് സഹോദരിമാരുടെ മുറിയിലേക്ക് മാറി. രാത്രി ഗംഭീര സദ്യയുണ്ടായിരുന്നു. ഞാൻ പെൺകുട്ടികളുമായി ഓരോ വർത്തമാനം പറഞ്ഞിരുന്നു. അവർ ശുദ്ധ പാവങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും കൂട്ടു നിൽക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഉറങ്ങാൻ കിടന്നപ്പോഴും എൻ്റെ മനസ്സിൽ അതേ ചിന്ത തന്നെയായിരുന്നു. ഡോക്ടറുടെ അടുത്ത് ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞാലോ എന്ന് ആദ്യം ഞാൻ ആലോചിച്ചു. അങ്ങനെ ചെയ്താൽ രാജാവും പ്രഭുവും തന്നെ ശരിപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. മേരി ജെയിനോട് പറഞ്ഞാലോ? അവരുടെ മുഖഭാവം കണ്ടാൽ തന്നെ രാജാവിനും പ്രഭുവിനും സംശയം തോന്നും. അവർ കടന്നു കളയുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ചെയ്യാവുന്നത് ആ പണം മോഷ്ടിച്ച് കൈവശപ്പെടുത്തുക എന്നതാണ്. വീടും മറ്റ് വസ്തുക്കളും വിറ്റ് തുലയ്ക്കാതെ രാജാവും പ്രഭുവും സ്ഥലം വിടില്ല. പറ്റിയ സമയം വരുമ്പോൾ മേരി ജെയിനെ വിവരമറിയിക്കുകയും ചെയ്യാം. പണസഞ്ചി രാജാവിൻ്റെ കൈവശമാണ് ഉണ്ടായിരിക്കുകയെന്നത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ മെല്ലെ അയാളുടെ മുറിയിൽ കടന്നു. അകത്ത് വെളിച്ചമുണ്ടായിരുന്നില്ല. മെഴുകുതിരി കത്തിക്കാൻ എനിക്ക് ധൈര്യവുമില്ലായിരുന്നു. എന്തു ചെയ്യും? പെട്ടെന്ന് പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ടു. മേരി ജെയിൻ്റെ വസ്ത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ മറവിലേക്ക് ഞാൻ ഒളിച്ചു നിന്നു. രാജാവും പ്രഭുവും അകത്ത് കടന്നു വന്നു. അവർ അടക്കി പിടിച്ച് സംസാരം തുടങ്ങി. പണസഞ്ചിയുമായി നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് സ്ഥലം വിടണമെന്നാണ് പ്രഭുവിൻ്റെ അഭിപ്രായം. ആ ഡോക്ടർ വലിയ തലവേദനയാണെന്നും അയാൾ പറഞ്ഞു. പക്ഷേ രാജാവിൻ്റെ പരിപാടി മറ്റൊന്നാണ്. വീടും മറ്റ് വസ്തുക്കളും ലേലം ചെയ്ത് വിൽക്കണം. നല്ലൊരു തുക കൂടി അങ്ങനെ അടിച്ചെടുക്കാം. പെട്ടെന്ന് സ്ഥലം വിട്ടാൽ അതിനൊന്നും കഴിയില്ല. പിന്നീട് അവർ പണസഞ്ചിക്ക് വേണ്ടി പരതാൻ തുടങ്ങി. ഞാൻ നിൽക്കുന്നതിനിടത്തേക്ക് അവർ വന്നപ്പോൾ എൻ്റെ ശ്വാസം പോലും നിലച്ച പോലെ തോന്നി. സ്റ്റാൻഡിൻ്റെ ചൂട്ടിൽ നിന്ന് പണസഞ്ചി എടുത്ത ശേഷം രാജാവ് അത് കിടക്കയുടെ അടിയിൽ ഒളിപ്പിച്ചു. ആരും അത് കണ്ടെത്തുകയില്ലെന്ന് അഭിപ്രായപ്പെട്ട ശേഷം അവർ കോണിപ്പടി ഇറങ്ങിപ്പോയി. ഞാൻ ഉടൻ തന്നെ പണസഞ്ചി കൈവശപ്പെടുത്തി. എന്നിട്ട് താഴെയുള്ള എൻ്റെ കൊച്ചു മുറിയിലേക്ക് തപ്പിത്തടഞ്ഞു പോയി. പക്ഷേ പണം മുറിയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത് ആപത്താണെന്ന് തോന്നി.
എനിക്ക് ഉറങ്ങാനും കഴിഞ്ഞില്ല. കുറച്ച് സമയത്തിന് ശേഷം രാജാവും പ്രഭുവും കോണി കയറി പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ കോണിപ്പടി കയറി. അവർ ഉറക്കമായെന്ന് ബോധ്യമായപ്പോൾ തിരിച്ചു പോന്നു. എങ്ങും ഒച്ചയും അനക്കവുമില്ല. ശവശരീരത്തിന് കാവലിരിക്കുന്നവർ നല്ല ഉറക്കമാണ്. പൂമുഖത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ സഞ്ചിയുമായി അവിടെ എത്തി. പക്ഷേ മുൻവാതിൽ പൂട്ടിയിരുന്നു. അപ്പോൾ പിന്നിൽ നിന്ന് ആരോ അവിടേക്ക് നടന്നു വരുന്നത് പോലെ തോന്നി. പണസഞ്ചി എവിടെ ഒളിപ്പിക്കും? ശവപ്പെട്ടിയല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പെട്ടിയുടെ പലക അല്പം പൊക്കി പണസഞ്ചി ശവത്തിൻ്റെ മേലേക്കിട്ടു. അതിനുശേഷം വാതിലിൻ്റെ മറവിൽ ചെന്ന് ഒളിച്ചിരുന്നു. അപ്പോൾ അവിടേക്ക് വന്നത് മേരി ജെയിനായിരുന്നു. അവൾ ശവപ്പെട്ടിയുടെ അടുത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. പണസഞ്ചി ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം ശവപ്പെട്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ശവസംസ്കാരത്തിന് മുമ്പ് മൂടി സ്ക്രൂ വെച്ചുറപ്പിക്കാൻ ആളുകൾ വരുമ്പോൾ പണസഞ്ചി കണ്ടെത്തില്ലേ? അതോർത്തപ്പോൾ ഞാൻ കൂടുതൽ പരിഭ്രാന്തരായി. ഭാഗ്യത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. പിറ്റേന്ന് ഉച്ചയോടുകൂടി ബന്ധപ്പെട്ടവരെല്ലാം എത്തി ശവം മറവു ചെയ്തു. അതിനുശേഷം രാജാവ് പെൺകുട്ടികളെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെയെല്ലാം ഇംഗ്ലണ്ടിലേക്ക് കൂടെ കൊണ്ടുപോകാം. അതിനു മുമ്പ് ഇവിടെയുള്ള സ്വത്ത് മുഴുവനും വിൽപ്പന നടത്തണം. അവർക്കത് സമ്മതമായിരുന്നു. അമ്മാവൻ്റെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോകാമല്ലോ എന്ന് അവർ അതിയായി ആഹ്ലാദിച്ചു. ആദ്യം തന്നെ കാപ്പിരികളുടെ വിൽപ്പനയാണ് നടന്നത്. ഒരമ്മയും 2 കുഞ്ഞുങ്ങളും. അമ്മയെ ഒരാൾക്കും കുഞ്ഞുങ്ങളെ മറ്റൊരാൾക്കും രാജാവ് വിൽപ്പന നടത്തി. അതറിഞ്ഞപ്പോൾ മേരി ജെയിന് സഹിച്ചില്ല. അമ്മയെയും മക്കളെയും വേർതിരിക്കരുതെന്ന് അവർ പറഞ്ഞു. പക്ഷേ രാജാവ് അത് ചെവിക്കൊണ്ടില്ല. മേരി ജെയിന് വലിയ ദുഃഖവും അമർഷവും തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവും പ്രഭുവും മുകളിൽ ചെന്ന് പണസഞ്ചി വെച്ച സ്ഥലത്ത് നോക്കി. പണം കിടക്കയുടെ ചൂട്ടിലില്ലെന്ന് മനസ്സിലാക്കി. അവർ എന്നെ വിളിച്ചു. നീ ഇന്നലെ രാത്രി എൻ്റെ മുറിയിൽ പോയിരുന്നു? രാജാവ് ചോദിച്ചു. ഇല്ലല്ലോ, ഞാൻ പറഞ്ഞു. ഒരു കാപ്പിരി കിടക്ക വിരിക്കാൻ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നെ അവർ പറഞ്ഞയച്ചു. പണം കാപ്പിരി എടുത്തു കാണും. കാപ്പിരികളെല്ലാം വിൽക്കുകയും ചെയ്തു. പ്രഭു പറഞ്ഞു. സാരമില്ല, നമുക്ക് വീടും പറമ്പും കൃഷിസ്ഥലങ്ങളും മറ്റും വിറ്റ് കിട്ടുന്ന പണം കിട്ടുമല്ലോ. രാജാവ് പ്രഭുവിനെ ആശ്വസിപ്പിക്കാൻ പാടുപെട്ടു. അവർ പറഞ്ഞിടയുകയും അന്യോന്യം കുറ്റപ്പെടുത്തുകയും ചെയ്തു. രാവിലെ ഞാൻ മേരി ജെയിൻ്റെ മുറിയിൽ ചെന്നു. അവർ കരയുകയായിരുന്നു. ഇംഗ്ലണ്ടിലേക്ക് പോകുന്നില്ലേ? ഞാൻ ചോദിച്ചു. വേണം. കാപ്രികളെക്കുറിച്ചോർത്ത് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. അവരെ വിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അവർ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അവൾ പറഞ്ഞു. വിഷമിക്കാതിരിക്കൂ, അവർക്കതിനിടവരും. അതെങ്ങനെ? മേരി ജെയിൻ എന്നെ തന്നെ ഉറ്റുനോക്കി. ഒരു കാര്യം പറയട്ടെ, ഇവിടെ വന്നിട്ടുള്ള 2 മനുഷ്യരും നിങ്ങളുടെ അമ്മാവന്മാരല്ല. നിങ്ങളുടെ പണം മോഷ്ടിക്കാൻ വേണ്ടി വന്നവരാണവർ. ഞാൻ എല്ലാ കഥകളും വിസ്തരിച്ച് അവളോട് പറഞ്ഞു. മുഴുവനും കേട്ടുകഴിഞ്ഞപ്പോൾ മേരി ജെയിൻ്റെ മുഖം കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉടൻ തന്നെ ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. വല്ലവരും ചോദിച്ചാൽ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരാളെ വിളിക്കാൻ പോയതാണെന്ന് ഞാൻ പറയാം. രാത്രി 11 മണിക്ക് മുമ്പ് തിരിച്ചെത്തരുത്. നിങ്ങളുടെ ഏതെങ്കിലും സ്വത്തോ കാപ്പിരികളോ നഷ്ടപ്പെടില്ല. എന്നെ വിശ്വസിക്കൂ. എന്നോട് നന്ദി പറഞ്ഞ ശേഷം മേരി ജെയിൻ പിൻവാതിലിലൂടെ സ്ഥലം വിട്ടു. അന്ന് വസ്തുക്കളുടെ ലേലം തകൃതിയിൽ നടന്നു. എല്ലാം തീരാറായപ്പോൾ ഒരു ബോട്ടിൽ കുറേ ആളുകൾ വന്ന് കരയ്ക്കിറങ്ങി. വസ്തുക്കൾ വിറ്റുകിട്ടിയ പണവുമായി രാജാവും പ്രഭുവും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് ജനക്കൂട്ടം അവരെ വളഞ്ഞത്. ബോട്ടിൽ നിന്നിറങ്ങിയ 2 പേർ, ഒന്ന് വൃദ്ധനും മറ്റൊന്ന് യുവാവും അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ആളുകൾ അലറുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ പ്രഭു ഗൂ ഗൂ എന്ന് ശബ്ദമുണ്ടാക്കി. രാജാവാകട്ടെ
ദീനനായി അവരുടെ നേരെ നോക്കിക്കൊണ്ടിരുന്നു. ചെറുപ്പക്കാരൻ്റെ കൈക്ക് ഒരു കെട്ടുണ്ടായിരുന്നു. വയസ്സൻ പറഞ്ഞു, ഞാൻ പീറ്റർ വിൽസിൻ്റെ സഹോദരനായ ഹാർവിയാണ്. മറ്റേത് വില്യം. അവൻ ഊമയാണ്, ചെവി കേൾക്കുകയുമില്ല. വഴിക്കൊരു അപകടം സംഭവിച്ചതുകൊണ്ട് ഞങ്ങളെത്താൻ വൈകിയതാണ്. അത് കേട്ടപ്പോൾ രാജാവ് വൃദ്ധനെ പരിഹസിച്ചു. പലരും കൂട്ടത്തിൽ ചിരിക്കുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ റോബിൻസണും പീറ്ററുടെ മറ്റൊരു സുഹൃത്തും വക്കീലുമായ ലെവി ബെല്ലും അവിടെ ഉണ്ടായിരുന്നു. അവർ ചിരിച്ചില്ല. ലെവി ബെൽ രാജാവിനോട് ചോദിച്ചു, താങ്കൾ ഈ പട്ടണത്തിൽ എപ്പോഴാണ് വന്നത്? ഇന്നലെ വൈകുന്നേരം. അതിനു മുമ്പ് ഒരു കുട്ടിയോടുകൂടി താങ്കളൊരു വള്ളത്തിൽ സഞ്ചരിക്കുന്നത് കണ്ടവരുണ്ടല്ലോ. രാജാവ് അത് നിഷേധിച്ചു. ഉടനെ വക്കീൽ എന്നെ ചൂണ്ടിക്കാണിക്കുകയും ഒരു തടിയൻ എൻ്റെ കൈ കടന്നു പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് രണ്ട് കക്ഷികളെയും ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. എന്നിട്ട് രണ്ടുപേരെയും ചോദ്യം ചെയ്ത് സത്യാവസ്ഥ കണ്ടുപിടിക്കാം. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. എൻ്റെ കൈ അപ്പോഴും ബന്ധനത്തിൽ തന്നെയായിരുന്നു. അവിടെ എത്തിയ ഉടനെ ഡോക്ടർ രാജാവിനോട് ശരിക്കുള്ള ആളെ മനസ്സിലാക്കുന്നതുവരെ പണസഞ്ചി തങ്ങളെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ രാജാവ് കൈമലർത്തി. തങ്ങളത് കിടക്കയുടെ ചൂടെ ഒളിപ്പിച്ചുവെന്നും എന്നാൽ അവിടെ നിന്നത് അപഹരിക്കപ്പെട്ടുവെന്നും അയാൾ പറഞ്ഞു. എന്നാൽ അത് വിശ്വസിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. വക്കീലിന് ഒരു യുക്തി തോന്നി. അയാൾ പറഞ്ഞു, എൻ്റെ കൈവശം ഹാർവി എഴുതിയ ഏതാനും പഴയ കത്തുകളുണ്ട്. ഈ രണ്ടുപേരുടെയും കൈയക്ഷരം അതുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം. അത് നല്ലൊരു ആശയമായി എല്ലാവർക്കും തോന്നി. ഉടൻ തന്നെ കുറച്ച് കടലാസും ഒരു പേനയും കൊണ്ടുവന്നു. വക്കീൽ ആദ്യം രാജാവിനോട് കടലാസിൽ എഴുതാൻ പറഞ്ഞു. പിന്നെ മറ്റേ വൃദ്ധനെ കൊണ്ടും എഴുതിച്ചു. അയാൾ എന്തൊക്കെയോ കുനുകുനെ കുത്തിക്കുറിച്ചു. രണ്ടുപേരുടെയും കൈപ്പടകൾ വക്കീലും ഡോക്ടറും ഹാർവിയുടെ എഴുത്തുമായി ഒത്തുനോക്കി. ഇത് ഹാർവിയുടെ കൈയക്ഷരമല്ല. അവർക്ക് രണ്ടുപേരോടും ഒരേ സംഗതി തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് വേണ്ടി എൻ്റെ എഴുത്തുകളൊക്കെ എഴുതിയിരുന്നത് വില്യമാണ്. അവൻ്റെ കൈയക്ഷരമാണ് ഈ കത്തുകളിൽ കാണുന്നത്. എന്നാൽ വില്യം ഒരു കടലാസിൽ എഴുതട്ടെ, വക്കീൽ പറഞ്ഞു. അതിന് അവൻ്റെ കൈക്ക് സ്വാധീനമില്ലല്ലോ, വൃദ്ധൻ വ്യക്തമാക്കി. കൈയുടെ എല്ല് പൊട്ടിയിട്ടുണ്ട്. കെട്ട് കാണുന്നത് അതുകൊണ്ടാണ്. കള്ളമാണ് പറയുന്നത്, ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. ആൾക്കൂട്ടം അത് ഏറ്റു പറഞ്ഞു. ഞാൻ സത്യമാണ് പറയുന്നത്. വൃദ്ധൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരന് നെഞ്ചത്തൊരടയാളമുണ്ടായിരുന്നു. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? ചോദ്യം രാജാവിനോടായിരുന്നു. പീറ്ററുടെ നെഞ്ചത്ത് പച്ച കുത്തിയ അടയാളം അയാൾ എങ്ങനെ കാണാനാണ്? രാജാവ് ആദ്യം വിളറി, പിന്നെ കൂസലില്ലാതെ മറുപടി കൊടുത്തു. അത് നീല നിറത്തിലുള്ള ഒരു ചെറിയ അമ്പടയാളമാണ്. തെറ്റ്, വൃദ്ധൻ പറഞ്ഞു. PBW. ഈ 3 അക്ഷരങ്ങളാണ് അയാളുടെ നെഞ്ചിൽ പച്ചകുത്തിയിരുന്നത്. അടയാളത്തെപ്പറ്റിയുള്ള തർക്കമായി പിന്നീട്. തർക്കം മൂത്തപ്പോൾ വക്കീൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കൂ. നമുക്ക് ശവം കുഴിച്ചെടുത്ത് പരിശോധിക്കാം. ജനം ആർത്തു വിളിച്ചു. ഈ 4 പേരെയും ഈ കുട്ടിയെയും വിടരുത്. അവരെ പിടിച്ച് കൂടെ കൊണ്ടുപോകണം. വക്കീലും ഡോക്ടറും ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു. ആളുകൾ ഞങ്ങളെയും പിടിച്ച് വലിച്ചുകൊണ്ട് ശവപ്പറമ്പിലേക്ക് നടന്നു. എൻ്റെ കൈ തടിമാടൻ മുറുകെ പിടിച്ചിരുന്നു. പുഴയ്ക്കരികിൽ നിന്ന് 1.5 നാഴിക ദൂരമുണ്ട് ശ്മശാനത്തിലേക്ക്. പട്ടണം മുഴുവനും ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. സമയമാണെങ്കിൽ രാത്രി 9 മണിയായി കാണും. കാട്ടുപൂച്ചകളെപ്പോലെ നദീതീരത്തുകൂടെ ഞങ്ങൾ നടന്നു. അപ്പോൾ ആകാശം ഇരുളാൻ തുടങ്ങി. കാറ്റ് വീശി. മിന്നൽ കത്തിപ്പറന്നു. അപ്പോൾ രക്ഷപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. ശവപ്പറമ്പ് ആളുകളെ കൊണ്ട് നിറഞ്ഞൊഴുകി. അവിടെ എത്തിയപ്പോഴാണ് ഒരമളി മനസ്സിലായത്. റാന്തൽ ആരും തന്നെ എടുത്തിരുന്നില്ല. അതുകൊണ്ട് അയൽ വീട്ടിൽ നിന്ന് വിളക്ക് കടം വാങ്ങിക്കൊണ്ട് വരേണ്ടി വന്നു. കുഴി മാന്താൻ തുടങ്ങിയപ്പോൾ നേരിയ മഴ പെയ്യാൻ തുടങ്ങി. ശക്തിയായ മിന്നലും ഇടിയുമുണ്ടായി.
പക്ഷേ അതൊന്നും ആരും കണക്കിലെടുത്തില്ല. എല്ലാ കണ്ണുകളും ശവക്കുഴിയിലേക്ക് തന്നെയായിരുന്നു. അവിടെ അപ്പോഴുണ്ടായതുപോലുള്ള തിക്കും തിരക്കും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഒടുവിൽ ശവപ്പെട്ടി പുറത്തെടുത്തു. അതിൻ്റെ മൂടി ഇളക്കാൻ തുടങ്ങി. ഉന്തും തള്ളും വർദ്ധിച്ചു. ഇതെന്താണ്? അയ്യോ, പണസഞ്ചി! ആരുടെയോ ഒച്ച കേട്ടു. അതോടുകൂടി ഒന്നും നോക്കാതെ ആളുകൾ തള്ളിക്കയറി. പണസഞ്ചി കാണാനുള്ള വ്യഗ്രതയിൽ തടിയൻ എൻ്റെ കൈവിട്ടു. ആ തക്കം നോക്കി ഞാൻ അവിടെ നിന്ന് കുതിച്ചോടി. എന്തോട്ടമാണ് ഞാൻ അവിടെ നിന്ന് ഓടിയതെന്നോ? ഓടുകയല്ല, വാസ്തവത്തിൽ ഞാൻ പറക്കുക തന്നെയായിരുന്നു. വഴിക്ക് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. കനത്തിരുട്ടിൽ മിന്നൽ എനിക്ക് വഴികാട്ടി. മഴയ്ക്കും കാറ്റിനും ശക്തി കൂടി വന്നു. ഓടി ഓടി ഞാൻ പട്ടണം പിന്നിട്ടു. അവിടെയും ആരെയും പുറത്തു കണ്ടില്ല. പുഴയിലെത്തിയപ്പോൾ മിന്നൽ വെളിച്ചത്തിൽ ഒരു വള്ളം എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഞാനതിൽ പാഞ്ഞു കയറി തുഴഞ്ഞു നീങ്ങി. ചങ്ങാടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചിരുന്നു. ഞാൻ ജിമ്മിനെ വിളിച്ചു. രാജാവും പ്രഭുവും എവിടെ? ജിം ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം, ഉടൻ പുറപ്പെടണം. ഞങ്ങൾ ചങ്ങാടത്തിൽ യാത്ര പുറപ്പെട്ടു. രാജാവിൽ നിന്നും പ്രഭുവിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു. ജിമ്മിനും കുറച്ചൊന്നുമായിരുന്നില്ല സന്തോഷം. അവൻ എന്നെ കെട്ടിപ്പിടിക്കുക പോലും ചെയ്തു. ഞങ്ങൾ പുറപ്പെട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വള്ളം ചങ്ങാടത്തിന് നേരെ കുതിച്ചു വരുന്നത് കണ്ടു. അതിൽ ആരാണുള്ളതെന്നറിയാൻ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി. അതെ, രാജാവും പ്രഭുവുമല്ലാതെ മറ്റാരുമായിരുന്നില്ല അതിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ മുഖം പെട്ടെന്ന് വാടി. അവരുടെ കൂട്ടുകെട്ട് ഞങ്ങൾ അത്രയും വെറുത്തു കഴിഞ്ഞിരുന്നു. രക്ഷപ്പെട്ടു എന്ന് കരുതി അല്ലേ? ചങ്ങാടത്തിൽ കയറിയുടൻ രാജാവ് എൻ്റെ നേർക്ക് ചാടി. തെറ്റിദ്ധരിക്കരുതെന്ന അപേക്ഷയോടുകൂടി ഞാൻ പറഞ്ഞു, നിങ്ങളെ കൂടാതെ രക്ഷപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. ശവപ്പറമ്പിൽ നിന്ന് ശവത്തിൻ്റെ കൂടെ പണസഞ്ചി കണ്ടെത്തിയില്ലേ? ആ സമയത്ത് എൻ്റെ കൈ പിടിച്ചിരുന്ന ആൾ ഉടനെ ഓടി രക്ഷപ്പെട്ടു കൊള്ളണമെന്നും അവിടെ നിൽക്കുന്ന ആപത്താണെന്നും എന്നെ അറിയിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് ഓടി. ഒടുവിൽ ചങ്ങാടത്തിൽ എത്തിപ്പെടുകയാണുണ്ടായത്. തന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. രാജാവ് എന്നിട്ടും എൻ്റെ നേരെ കയർത്തു. അപ്പോൾ പ്രഭു ഇടപെട്ടു. നിങ്ങളധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഓടി രക്ഷപ്പെടുമ്പോൾ ഹക്ക എവിടെയാണെന്ന് തിരിഞ്ഞു നോക്കിയോ? രാജാവ് നിശബ്ദനായി. കുറച്ചു കഴിഞ്ഞ് ആരോടൊന്നില്ലാതെ പറഞ്ഞു, ആ പണസഞ്ചി നമ്മളെ രക്ഷിച്ചു. പണം കണ്ടപ്പോൾ ആൾക്കാർ നമ്മുടെ കാര്യം മറന്നു. അല്ലെങ്കിലുണ്ടല്ലോ, രക്ഷപ്പെടാൻ ആർക്ക് കഴിയുന്നു? ആ പണം ആരാണ് അവിടെ വെച്ചത്? പ്രഭു ചോദിച്ചു. ഞാനല്ല, രാജാവ് പറഞ്ഞു. അല്ലേ, പണം മുഴുവൻ കിട്ടാൻ വേണ്ടി താങ്കൾ ചെയ്ത പണിയല്ലേ അത്? പിന്നെ ചെന്ന് കുഴിച്ചെടുക്കാമെന്ന് കരുതി അല്ലേ? കരുതിയതൊക്കെ ആരാണെന്ന് എനിക്കറിയാം. വഴക്ക് മൂത്തു. അടിയും പിടിയും വലിയുമായി. ഒടുവിൽ പ്രഭു പറയുന്നതെല്ലാം രാജാവിന് സമ്മതിക്കേണ്ടി വന്നു. അവർ ചങ്ങാടത്തിലെ കുടിലിൽ വലിഞ്ഞു കയറി. വിസ്കി കുപ്പിയെടുത്ത് ആദ്യം രാജാവ് കുടി തുടങ്ങി. പ്രഭുവും പങ്കുചേർന്നു. കുടിക്കും തോറും അവർ തമ്മിലുള്ള സ്നേഹവും കൂടി വന്നു. അവസാനം കുടിച്ച് ബോധമില്ലാതെ രണ്ടുപേരും കിടന്ന് കൂർക്കം വലി തുടങ്ങി. അവർ ഉറക്കമായപ്പോൾ ഞാൻ ജിമ്മിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു. 2-3 ദിവസത്തേക്ക് ഞങ്ങൾ പട്ടണത്തിലൊന്നും ഇറങ്ങിയില്ല. യാത്ര തന്നെയായിരുന്നു. പിന്നെ രാജാവും പ്രഭുവും സുവിശേഷ പ്രസംഗവും ചികിത്സയും മറ്റും ആരംഭിച്ചു. ഒരു ദിവസം അവർ ചങ്ങാടത്തിലെ കുടിലിരുന്ന് എന്തോ രഹസ്യം പറയുന്നത് കേട്ടു. അവർ കൂടുതൽ സംസാരിക്കുന്നുവെങ്കിൽ അതൊരു ചീത്ത പരിപാടിയായിരിക്കുമെന്ന് എനിക്കറിയാം. പിറ്റേന്ന് രാവിലെ രാജാവ് പറഞ്ഞു, ഞാനിപ്പോൾ പട്ടണത്തിലേക്ക് പോവുകയാണ്. അവിടെ ചില പരിപാടിയെല്ലാം ഉണ്ട്. 12 മണിയായാൽ നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തണം. രാജാവ് പോയതിനു ശേഷം പ്രഭു ഞങ്ങളെ കണ്ടമാനം ചീത്ത പറഞ്ഞു. കാരണമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ഉച്ചയായപ്പോൾ ഞാനും പ്രഭുവും കൂടി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ജിമ്മിനെ ചങ്ങാടത്തിൽ തന്നെ ഇരുത്തി. ഞങ്ങൾ രാജാവിനെ അന്വേഷിച്ച് കുറേ ചുറ്റിത്തിരിഞ്ഞു. ഒടുവിൽ ഒരിടുങ്ങിയ കെട്ടിടത്തിൻ്റെ പിൻമുറിയിൽ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന അയാളെ ഞങ്ങൾ കണ്ടെത്തി. മുറി നിറയെ വിസ്കി കുപ്പികൾ.
വൃദ്ധൻ അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ അതിശയിച്ചു. അയാൾക്കു ചുറ്റും ഒരു കൂട്ടം തെണ്ടികൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. വൃദ്ധന്റെ അടുത്ത് വിസ്കി കണ്ടപ്പോൾ പ്രഭുവും കുടി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രഭു തലയ്ക്ക് വെളിവില്ലാതെ വായിൽ തോന്നിയത് പറയാൻ തുടങ്ങി. ഞാൻ അവിടെ കാത്തു നിന്നില്ല. ആ രണ്ട് ശല്യങ്ങളെയും ഒഴിവാക്കാൻ പറ്റിയ സമയം അതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്തിരിഞ്ഞോടി. ഇനിയും പിടി കൊടുക്കരുതെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ജിമ്മിനെ ചെന്ന് വിളിച്ചത്. ജിം, വേഗം പുറപ്പെടണം! ഞാൻ വീണ്ടും വിളിച്ചു. ചങ്ങാടത്തിൽ നിന്ന് യാതൊരു അനക്കവുമില്ല. ഞാൻ ജിമ്മിനെ വിളിച്ചു കൂവി. ജിം ചങ്ങാടത്തിലില്ലെന്ന സത്യം ഒരു ഞെട്ടലോടുകൂടി ഞാൻ മനസ്സിലാക്കി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ പുറത്തേക്കിറങ്ങി. വഴിയിലൊരു പയ്യനെ കണ്ടുമുട്ടി. ഒരു കാപ്പിരിയെ അടുത്തെവിടെയെങ്കിലും കണ്ടോ? ഞാൻ അന്വേഷിച്ചു. കണ്ടല്ലോ. എവിടെയാണ്? ഇവിടെ നിന്ന് 2 നാഴിക താഴെ വെച്ച്. സൈലാസ് ഫെലപ്സിൻ്റെ വീട്ടിലാണുള്ളത്. ഒരു വൃദ്ധൻ $40 വിറ്റതാണ്. വാർത്ത കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. രാജാവ് $40 ജിമ്മിനെ വിറ്റിരിക്കുന്നു. ജിമ്മിന് ഇനി ഒരിക്കലും അവൻ്റെ കുടുംബത്തെ കാണാനാവില്ലല്ലോ എന്ന ചിന്ത എന്നെ ദുഃഖിതനാക്കി. ഞാൻ ചങ്ങാടത്തിൽ ചെന്നിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ജിം, നീ എത്ര നല്ലവനായിരുന്നു! ഞാൻ ഉറങ്ങുമ്പോൾ അവൻ കാവലിരുന്നു. എനിക്ക് വല്ല അപകടവും പിണഞ്ഞെന്നറിഞ്ഞാൽ അവനാകെ തളർന്നു പോകുമായിരുന്നു. എന്നെ തേനേ എന്ന് മാത്രമേ അവൻ വിളിച്ചിരുന്നുള്ളൂ. എന്തുമാത്രം സ്നേഹമായിരുന്നു അവൻ എന്നോട്! അവനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഓരോന്നായി ഞാൻ ഓർമ്മിച്ചു. ജിമ്മിനെ രക്ഷപ്പെടുത്തണം. എങ്ങനെയാണ് എനിക്കതിന് സാധിക്കുക? ചിന്തിച്ച് ചിന്തിച്ച് എൻ്റെ തല പുകഞ്ഞു. മിസ് വാട്സന് ഒരു കത്തെഴുതിയാലോ? ഞാൻ ആലോചിച്ചു. 2 കാരണങ്ങൾ കൊണ്ട് അത് വേണ്ടെന്ന് വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. ഓടിപ്പോയ കാപ്പിരി എന്ന നിലയ്ക്ക് മിസ് വാട്സന് ജിമ്മിനോട് വെറുപ്പുണ്ടാകും. അവനെ ആർക്കെങ്കിലും വിൽക്കുകയും ചെയ്യും. അങ്ങനെ അവൻ വീണ്ടും അടിമയായിത്തീരും. മറ്റൊന്ന് എന്നെ സംബന്ധിച്ചുള്ളതാണ്. കാപ്പിരിയെ മോചിപ്പിക്കാൻ ഞാൻ കൂട്ടുനിന്നു എന്നൊരു വാർത്ത നാട്ടിൽ പരക്കും. പിന്നെ എന്നെ ആർക്കും വിശ്വാസമുണ്ടാകില്ല. മിസ് വാട്സൺ എഴുതുന്നതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നി. പുഴയിൽ അല്പം താഴെയായി മരങ്ങൾ നിറഞ്ഞ ഒരു ദ്വീപുണ്ടായിരുന്നു. ഞാൻ രാത്രിയിൽ അവിടെ ചെന്ന് ചങ്ങാടം ഒളിപ്പിച്ചു വെച്ചു. എൻ്റെ സാധനങ്ങൾ കെട്ടാക്കി അതും കാട്ടിലൊളിപ്പിച്ചു. രാവിലെ പ്രാതൽ കഴിച്ച് ഞാൻ പുറത്തിറങ്ങി. റോഡിലൂടെ കുറേ നടന്നപ്പോൾ ഒരു മില്ലിൻ്റെ അടുത്തെത്തി. ഫെൽസ് മിൽ എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നെ കൃഷിസ്ഥലങ്ങളായിരുന്നു. ഞാൻ പരിസരമൊക്കെ നല്ല പോലെ നിരീക്ഷിച്ച് മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ പട്ടണത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ പ്രഭുവിനെ കണ്ടുമുട്ടി. പുതിയ പരസ്യങ്ങൾ പതിക്കുകയായിരുന്നു അയാൾ. ചങ്ങാടമെവിടെ? പ്രഭു ചോദിച്ചു. അയ്യോ, എനിക്കറിയില്ലല്ലോ. ഞാൻ കൈമലർത്തി. ഇന്നലെ മുഴുവനും ഞാനൊരാളുടെ ആടിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു. എനിക്കയാൾ $1 തരികയും ചെയ്തു. വൈകുന്നേരമായപ്പോഴാണ് പുഴയിലെത്തിയത്. അവിടെ ചങ്ങാടവും കണ്ടില്ല, ജിമ്മിനെയും കണ്ടില്ല. ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നോ. ചങ്ങാടവും ജിമ്മും ഇപ്പോൾ എവിടെയാണുള്ളത്? $40 രാജാവ് ജിമ്മിനെ വിറ്റുകളഞ്ഞില്ലേ? അയ്യോ, ജിമ്മിനെ വിറ്റു എന്നോ? അതെ, വിറ്റു. ആർക്കാണ് വിറ്റത്? സൈലാസ് ഫെലപ്സ് എന്ന് പ്രഭു പറയാൻ മുതിർന്നുവെങ്കിലും അങ്ങനെ പറഞ്ഞില്ല. എന്തോ ആലോചിച്ച ശേഷം മറ്റേതോ ഒരാളുടെ പേർ പറഞ്ഞു. അയാൾ 40 നാഴിക ദൂരെയാണ് താമസിക്കുന്നതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പ്രഭു അങ്ങനെ പറയാൻ പ്രത്യേക കാരണമുണ്ടായിരുന്നു. ഞാൻ അടുത്തുള്ളത് അയാൾക്കൊരു ഭീഷണിയാണ്. പണസഞ്ചിയുടെ കാര്യവും മേരി ജെയിൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ മറ്റ് സംഗതികളും ഞാൻ പരസ്യമാക്കിയാലോ? അതുകൊണ്ട് തൽക്കാലം എന്നെ ഒന്ന് അകറ്റുന്നത് നന്നായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. എന്നോട് അപ്പോൾ തന്നെ പുറപ്പെട്ടുകൊള്ളാൻ പ്രഭു പറയുകയും ചെയ്തു. അയാൾ പറഞ്ഞ വഴിക്ക് ഞാൻ ആദ്യം നടന്നു. എൻ്റെ പരിപാടികൾ ഒറ്റയ്ക്ക് നടത്താൻ അതാവശ്യമായിരുന്നു. പ്രഭുവിൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ഞാൻ മുമ്പോട്ട് പോയി. അതിനുശേഷം തിരിഞ്ഞ് കാട്ടിലൂടെ നടക്കുകയും ഫെലപ്സിൻ്റെ കൃഷിസ്ഥലത്തിന് സമീപം എത്തിച്ചേരുകയും ചെയ്തു. നല്ല ചൂടുള്ള ദിവസമായിരുന്നു അത്. എങ്ങും ഒരനക്കവുമില്ല. ആളുകളൊക്കെ ചത്ത് മണ്ണടിഞ്ഞതുപോലുള്ള ഏകാന്തത. ചിലപ്പോൾ ഈച്ചകളുടെ മൂളക്കങ്ങൾ.
ഞാൻ നടന്ന് നടന്ന് ഫെലിപ്സിൻ്റെ തോട്ടത്തിലെത്തി. ഒരു പരുത്തി തോട്ടമായിരുന്നു അത്. അത്രയൊന്നും വലിപ്പം അതിനുണ്ടായിരുന്നില്ല. ആകെ 2 ഏക്കറുണ്ട്. ചുറ്റും മരം കൊണ്ടുള്ള വേലി. ഒരു കോണി കയറി ഞാൻ അകത്ത് കടന്നു. ഒരു ഭാഗത്ത് വലിയൊരു വീടും മറുഭാഗത്ത് ഏതാനും കൊച്ചു കുടിലുകളും കാണപ്പെട്ടു. എല്ലാം മരം കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. ഞാൻ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ നായ്ക്കളുടെ കുര കേട്ടു. താമസിയാതെ തന്നെ കുറേ നായ്ക്കൾ ഓടി വന്ന് എനിക്ക് ചുറ്റും നിൽപ്പുറപ്പിച്ചു. അവയുടെ എണ്ണം 10-ൽ കുറയില്ല. ഞാൻ അനങ്ങാതെ നിന്നു. അപ്പോൾ ഒരു നീഗ്രോ സ്ത്രീ ഒരു കുടിലിൽ നിന്ന് ഇറങ്ങി വന്നു. അവൾ നായ്ക്കളെ ഓടിച്ചു. അവളുടെ കൂടെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. കുട്ടികൾ സ്ത്രീയുടെ പിന്നിൽ ഒളിച്ചു നിന്ന് എന്നെ നോക്കി. ആ സമയത്ത് വീട്ടിൽ നിന്ന് 50 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. അവരുടെ കൂടെയും 2-3 കുട്ടികളുണ്ടായിരുന്നു. എന്നെ കാണേണ്ട താമസം അവരും സ്ത്രീയുടെ പിന്നിൽ ഒളിച്ചു. അവർ എൻ്റെ നേരെ നോക്കി പുഞ്ചിരിച്ചു. ഹാ, നീ എത്തി അല്ലേ? ഞാൻ മറുപടി പറയുമ്പോഴേക്കും അവരെന്നെ വാരിപ്പുണർന്നു. നിനക്ക് അമ്മയുടെ സാമ്യം വിചാരിച്ചത്രയൊന്നുമില്ല. കുട്ടികളെ, ഇത് നിങ്ങളുടെ ടോമാണ്. സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കേ. അവർ എന്നോട് പ്രാതൽ കഴിച്ചിരുന്നുവോ എന്ന് ചോദിച്ചു. തന്നെ സാലിയമ്മായി എന്ന് വിളിച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്തു. അവരെന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരിക്കൂ ടോം, ഞാൻ നിന്നെ നന്നായി ഒന്ന് കാണട്ടെ. അവർ ഒരു സ്റ്റൂൾ വലിച്ചിട്ട് എൻ്റെ മുമ്പിലിരുന്നു. ബോട്ട് എന്തേ വൈകിയത്? അവർ ചോദിച്ചു. ഞാൻ മറുപടി പറയാൻ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എഞ്ചിൻ ചീത്തയായി. അതുകൊണ്ട് 3 ദിവസത്തോളം വഴിയിൽ കെട്ടിക്കിടക്കേണ്ടി വന്നു. നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മാവൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. നീ അമ്മാവനെ വഴിയിൽ വെച്ചെങ്ങാനും കണ്ടോ? ഇല്ലല്ലോ, ഞാൻ അമ്മാവനെ കണ്ടതേയില്ല. ഞാൻ രാവിലെ നേരത്തെ എത്തിയിരുന്നു. നിങ്ങളെ വിളിച്ചുണർത്തേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറേ സമയം ചുറ്റി നടന്ന് ചെലവഴിച്ചു. ശരിക്കുള്ള റോഡിലൂടെയല്ല ഇങ്ങോട്ട് പോകുന്നത്. നിന്റെ പെട്ടിയും സാധനങ്ങളുമെല്ലാം എവിടെ? അത് പുഴക്കടവിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഹോ, അങ്ങനെയാണോ? അമ്മാവൻ കണ്ടാൽ ഒരു പക്ഷെ കൊണ്ടുവരുമായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ? നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോഫി ടൈം ഓഡിയോ ബുക്സ് യൂട്യൂബ് ചാനൽ. നിന്നോട് പ്രത്യേകം വല്ലതും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടോ? എനിക്കുണ്ടോ കുടുംബത്തെപ്പറ്റി വല്ലതും അറിയുന്നു? അവരാണെങ്കിൽ വീട്ടുവിശേഷങ്ങൾ കേൾക്കാൻ കാതുകൂർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ വല്ലാത്ത സങ്കടത്തിലായി. പെട്ടെന്നവർ പുറത്തേക്ക് നോക്കി പറഞ്ഞു, അതാ അമ്മാവൻ വരുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, നമുക്ക് അമ്മാവനെ ഒന്ന് പറ്റിക്കണം. നീ കട്ടിലിൻ്റെ ചൂട്ടിൽ ഒളിച്ചിരിക്കേ. അവരെന്നെ കട്ടിലിൻ്റെ ചൂട്ടിലേക്ക് പിടിച്ചു തള്ളി. ഒരു വയസ്സൻ മുറിയിലേക്ക് കടന്നു വന്നു. എനിക്കയാളെ ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. ടോം എവിടെ? നിങ്ങളവനെ കണ്ടോ? സ്ത്രീ ചോദിച്ചു. ഞാൻ ആരെയും കണ്ടില്ല. അവൻ എവിടെയാണുള്ളത്? വൃദ്ധൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആ തക്കം നോക്കി സ്ത്രീ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ പിന്നിൽ നിർത്തി. വൃദ്ധൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് അതിശയിച്ചു പോയി. എന്നിട്ട് ചോദിച്ചു, ഇതാരാണ്? ഇത് നമ്മുടെ ടോമല്ലേ? സാലിയമ്മായി പറഞ്ഞു. ഞാനാകെ നിന്ന് വിയർക്കുകയായിരുന്നു. ഇനി രക്ഷയൊന്നുമില്ല. അതെ, ഞാൻ ടോം സോയറാണെന്ന് മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും വൃദ്ധൻ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് കുലുക്കാൻ തുടങ്ങി. സാലിയമ്മായി എനിക്ക് ചുറ്റും നൃത്തം വയ്ക്കുക തന്നെയായിരുന്നു. പിന്നെ ഇരുവരും സിഡിനെയും മേരിയെയും മറ്റ് കുടുംബാംഗങ്ങളെയും പറ്റി പലതും ചോദിക്കാൻ തുടങ്ങി. മറുപടി പറയാതിരിക്കുന്നതെങ്ങനെ? ഞാൻ ടോം സോയറിൻ്റെ കുടുംബവിശേഷങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ടോം അപ്പോഴെങ്ങാനും അവിടെ കയറി വന്നിരുന്നെങ്കിൽ അവൻ അടുത്ത ബോട്ടിൽ ഉണ്ടാകാനിടയുണ്ടെന്ന് ഞാൻ ഊഹിച്ചു. അവനെ ആദ്യം കണ്ട് സംഗതി പറയണം. അതായത്, ഞാൻ ടോം സോയറാണ്, അവൻ ഹക്കിൾബെറി ഫിന്നും. എനിക്കൊരു സൂത്രം തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ പുഴക്കരയിൽ ചെന്ന് എൻ്റെ പെട്ടി എടുത്തുകൊണ്ട് വരാം. അത് വേണ്ട, ഞാൻ പോകാം. വൃദ്ധൻ പോകാൻ തയ്യാറായി. എന്നോട് അമ്മായിയുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ പറയുകയും ചെയ്തു. അത് വേണ്ട അമ്മാവ,
ഞാൻ തന്നെ പോകാം. ഞാൻ വേഗം അവിടെ നിന്നിറങ്ങി പുഴക്കരയിലേക്ക് നടന്നു. ഞാൻ പുറത്തിറങ്ങിയത് തക്ക സമയത്ത് തന്നെയായിരുന്നു. വഴിക്ക് വെച്ച് ഞാനൊരു വണ്ടി വരുന്നത് കണ്ടു. ടോം സോയർ അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൈ കാണിച്ച് വണ്ടി നിർത്തി. എന്നെ കണ്ട ഉടനെ ടോം വായ് പൊളിച്ച് കണ്ണ് മിഴിച്ച് എന്നെ നോക്കി നിൽപ്പായി. അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ പ്രേതമാണോ? എന്നെ ഉപദ്രവിക്കല്ലേ. ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പ്രേതമൊന്നുമല്ല, ഞാൻ പറഞ്ഞു. നിന്റെ സുഹൃത്തായ ഹക്കിൾബെറി ഫിന്നാണിത്. ഹക്ക് മരിച്ചുപോയില്ലേ? ഞാൻ മരിച്ചിട്ടില്ല. സംശയമുണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊട്ടുനോക്ക്. ടോം വണ്ടിയിൽ നിന്നിറങ്ങി വന്ന് എന്നെ തൊട്ടുനോക്കി. അപ്പോൾ നീ മരിച്ചിട്ടില്ല അല്ലേ? ഇത്രയും കാലം പിന്നെ എവിടെയായിരുന്നു? അതൊരു നീണ്ട കഥയാണ്. നീ പെട്ടിയെടുത്ത് താഴെ ഇറങ്ങ്, ഞാൻ എല്ലാം പറയാം. ഞാൻ ടോമിനോട് എല്ലാ സംഗതിയും പറഞ്ഞു. ടോം കുറേ നേരം ആലോചനയിൽ മുഴുകി. അവസാനം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നീ പെട്ടിയുമായി തിരിച്ചു പോ. ഞാൻ പിന്നാലെ വരാം. നീ എന്നെ കണ്ടതായി നടിക്കരുത്, ഞാൻ നിന്നെയും. പിന്നെ എല്ലാം എളുപ്പമാണ്. ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. മിസ് വാട്സന്റെ അടിമയായി ജിമ്മില്ലേ, അവൻ ഇവിടെയുണ്ട്. എനിക്കവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. ടോം എതിരെ പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ അവൻ്റെ മറുപടി എന്നെ അതിശയിപ്പിച്ചു. ടോം പറഞ്ഞു, അതിന് ഞാനും സഹായിക്കാം. അവനെ രക്ഷപ്പെടുത്താൻ നമുക്ക് 2 പേർക്കും കൂടി ഒരു പരിപാടി ആസൂത്രണം ചെയ്യണം. ഞാൻ പെട്ടിയുമായി ഉടനെ വീട്ടിലേക്ക് തിരിച്ചു. എന്നെ കണ്ടപ്പോൾ ടോമിൻ്റെ അമ്മാവനും അമ്മായിക്കും വലിയ സന്തോഷമായി. അപ്പോഴേക്കും അവർ കാര്യമായി ഭക്ഷണമെല്ലാം ഒരുക്കിയിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോൾ ദൂരെ നിന്ന് ടോം വരുന്നുണ്ടായിരുന്നു. സാലി അമ്മായിയും അവനെ കണ്ടു. അവർ വയസ്സിനോട് പറഞ്ഞു, ഏതാ ഒരു കുട്ടി വരുന്നത്? ഏതായാലും ഒരു പ്ലേറ്റ് കൂടി നിരത്താം. ടോം വാതിലിൽ മുട്ടി. മിസ്റ്റർ നിക്കോളാസ് ഇവിടെയാണോ താമസിക്കുന്നത്? ടോം ചോദിച്ചു. അല്ല, അമ്മാവൻ്റെ മറുപടി. അവരുടെ വീട്ടിലേക്ക് 3 നാഴിക കൂടി പോകണം. വാ, ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം പോകാം. ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്നെ അവിടെ കൊണ്ട് ചെന്നുവിടാം. ഞാൻ നടന്നോളാം സാർ. ഏതായാലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പോകാം. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ടോം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അമ്മാവനും അമ്മായിയും അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. പൊടുന്നിനെ ടോം എഴുന്നേറ്റ് സാലിയമ്മയുടെ മുഖത്ത് ചുംബിച്ചു. അതവർക്ക് ഒട്ടും തന്നെ പിടിച്ചില്ല. അവരുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. നീ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത്? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. അങ്ങനെ ചെയ്യുന്നത് സാലിയമ്മയ്ക്ക് ഇഷ്ടമായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ എനിക്കത് ഇഷ്ടമല്ലെന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ. ശരി, ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല. ടോം സങ്കടത്തോടുകൂടി എന്നെ നോക്കി പറഞ്ഞു. കേട്ടില്ലേ, സാലിയമ്മായി അനന്തരവനായി സിഡിനെ ചുംബിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ സിഡാണോ? എൻ്റെ അനന്തരവൻ സിഡ്? അതെ. ടോമിൻ്റെ മറുപടി കേൾക്കേണ്ട താമസം സാലിയമ്മായി ഓടിച്ചെന്ന് അവനെ ചുംബിച്ചു. അതിനുശേഷം അമ്മാവനും ചുംബിച്ചു. അപ്പോൾ ടോം പറഞ്ഞു, അമ്മാവിൻ്റെയും അമ്മായിയുടെയും അടുത്തെത്തുമ്പോൾ എന്തെങ്കിലും ഒരു തമാശ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പോരുമ്പോൾ തന്നെ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഒരാൾ മുമ്പിലും മറ്റേയാൾ പിന്നിലുമായി വന്നത്. അത് കേട്ടപ്പോൾ എല്ലാവരും പൊട്ടി പൊട്ടി ചിരിച്ചു. രാത്രിയായപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഞാനും ടോമും ഒന്നിച്ചാണ് കിടന്നത്. ഞാൻ ചങ്ങാടത്തിൻ്റെ കാര്യം പറഞ്ഞു, ജിമ്മിനെ പറ്റി പറഞ്ഞു, രാജാവിനെ പറ്റിയും പ്രഭുവിനെ പറ്റിയും സംസാരിച്ചു. ടോം പറഞ്ഞു, അപ്പുറത്തുള്ള ആ ചെറിയ വീടിനുള്ളിലാണ് ജിമ്മിനെ തടവിലാക്കിയിട്ടുള്ളത്. നേരോ? ഒരു കാപ്പിരി അവിടേക്ക് ഭക്ഷണവുമായി പോകുന്നത് നീ കണ്ടില്ലേ? അത് നായ്ക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതല്ലേ? അല്ല, പ്ലേറ്റിൽ തണ്ണിമത്തനുമുണ്ടായിരുന്നു. തണ്ണിമത്തൻ നായ തിന്നില്ല. പോരാത്തതിന് അവൻ്റെ കയ്യിൽ ഒരു താക്കോലുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജിമ്മിൻ്റെ തടവറ ആ വീടാണെന്ന് ഞാൻ പറഞ്ഞത്. നീ വല്ലാത്ത സമർത്ഥൻ തന്നെയാണ് കേട്ടോ. താക്കോൽ ആരുടെ കൈവശമാണ് ഉണ്ടായിരിക്കുക? സംശയമുണ്ടോ?
അത് അമ്മാവൻ്റെ കയ്യിൽ തന്നെ. ജിമ്മിനെ രക്ഷപ്പെടുത്താനുള്ള എൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ടോം ആരാഞ്ഞു. ഒരു ദിവസം ജിമ്മിനെ കാണുക, പിറ്റേന്ന് ചങ്ങാടവും മറ്റും തയ്യാറാക്കി നിർത്തുക, മൂന്നാമത്തെ ദിവസം താക്കോൽ അപഹരിച്ച് മുറി തുറന്ന് ജിമ്മിനെയും കൂട്ടി രക്ഷപ്പെടുക. ഇത്രയുമായിരുന്നു ഞാൻ പ്ലാനിട്ടത്. പക്ഷേ ടോം പറഞ്ഞു അതിൽ തെല്ലും ഹരമില്ലെന്ന്. കുറെ ബുദ്ധിമുട്ടി ജിമ്മിനെ രക്ഷപ്പെടുത്തണമെന്നാണ് അവൻ്റെ അഭിപ്രായം. അതിനായി ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്യണമെന്നും അവൻ പറഞ്ഞു. അപ്പോഴേക്കും രാത്രി കുറെ വൈകിയിരുന്നു. നല്ല ഇരുട്ടും. ഞങ്ങൾ ജനലിലൂടെ പുറത്തു ചാടി ജിമ്മിൻ്റെ തടവറയുടെ അടുത്തേക്ക് നടന്നു. ഞങ്ങൾ ആ വീടിൻ്റെ ചുറ്റും പരിശോധിച്ചു. ഒരു ജനൽ മാത്രമേ മുറിക്കുണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു മരപ്പലക വെച്ച് കെട്ടിയിരുന്നു. വീടിൻ്റെ പിന്നിലായി ഒരു കൊച്ചുമുറിയുണ്ട്. അത് പൂട്ടിയിരുന്നുവെങ്കിലും ടോം ആണിയിളക്കി വാതിൽ തുറന്നു. അകത്ത് ചില പാരകളും കൈക്കോട്ടുകളും മറ്റുമുണ്ടായിരുന്നു. നിലത്താകട്ടെ മണലും. എല്ലാം നോക്കിയ ശേഷം ടോം പറഞ്ഞു, ഇവിടെ കുഴിച്ചിട്ട് വേണം നമുക്ക് ജിമ്മിനെ പുറത്തു കടത്താൻ. അവൻ സന്തുഷ്ടനായതുപോലെ തോന്നി. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയും ജനലിലൂടെ അകത്ത് കടന്ന് കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് കാലത്ത് ഞങ്ങൾ അടുക്കളയിൽ ഒരു കാപ്പിരിയെ കണ്ടു. അവർ തലമുടി ചരടുകൊണ്ട് ചെറിയ കെട്ടുകളാക്കി വെച്ചിരുന്നു. യക്ഷികളെ അകറ്റാൻ വേണ്ടിയാണത്രേ അങ്ങനെ ചെയ്തത്. അവനൊരു തകരപാത്രത്തിൽ ഭക്ഷണ സാധനങ്ങൾ നിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് ജിമ്മിന് വേണ്ടിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ കാപ്പിരിയുമായി ലോഹ്യം കൂടി. അവൻ ഭക്ഷണവുമായി പോകുമ്പോൾ ഞങ്ങളും കൂടെ ചെന്നു. കാപ്പിരി തടവറയുടെ വാതിൽ തുറന്നു. ഞങ്ങളും അവനോടൊപ്പം അകത്ത് കടന്നു. ഉള്ളിൽ നല്ല ഇരുട്ടായിരുന്നു. ജിം പിടഞ്ഞെഴുന്നേറ്റു. അവനെങ്ങനെയോ ഞങ്ങളെ തിരിച്ചറിഞ്ഞു. ഇതാര്? എൻ്റെ ഹക്കോ? അല്ല, ടോമും കൂടെയുണ്ടല്ലോ. ജിം അത്ഭുതപ്പെട്ട് ചോദിച്ചു. കാപ്പിരിക്ക് സംശയമായി. എന്താണ് ജിം പറഞ്ഞത്? അവൻ അന്വേഷിച്ചു. ജിമ്മൊന്നും പറഞ്ഞില്ലല്ലോ. ടോം പറഞ്ഞു. ഞാനും അത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ ജിമ്മിന് സംഗതി മനസ്സിലായി. അവനും പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. കാപ്പിരി ഞങ്ങളെ മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ഒച്ച കേട്ടല്ലോ. നീ ഒരൊച്ചയും കേട്ടിട്ടില്ല, നിനക്ക് തോന്നിയതാണ്. ഞങ്ങൾ 3 പേരും ഉറക്കെ പറഞ്ഞു. എന്നാൽ നശിച്ച വല്ല യക്ഷികളുമായിരിക്കും, കാപ്പിരി പറഞ്ഞു. ടോം അവന് ചരട് വാങ്ങാൻ പൈസ കൊടുത്തു. യക്ഷികളെ ഓടിക്കാൻ തലയിൽ കെട്ടാനുള്ള ചരട്. കാപ്പിരിക്ക് വളരെ സന്തോഷമായി. അവൻ പൈസയുടെ ഭംഗി നോക്കാൻ വാതിലിനടുത്തേക്ക് നീങ്ങി. ആ തക്കം നോക്കി ടോം ജിമ്മിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. ഞങ്ങളെ അറിയുമെന്നൊന്നും നടിച്ചു പോകരുത്. രാത്രി കൊത്തുന്ന ഒച്ച വലുതും കേട്ടാൽ അത് ഞങ്ങളാണെന്ന് കരുതിയാൽ മതി. നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ജിം ഞങ്ങളുടെ കൈ പിടിച്ചമർത്തി. അപ്പോഴേക്കും കാപ്പിരി മുറിയിലേക്ക് തന്നെ വന്നു. അവന് യക്ഷികളെ ഭയമുള്ള സ്ഥിതിക്ക് രാത്രിയിൽ ഞങ്ങൾ കൂടെ വരാമെന്ന് പറഞ്ഞു. കാപ്പിരിക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. രാവിലെ പ്രാതലിന് 1 മണിക്കൂർ കൂടി കഴിയേണ്ടിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കാട്ടിലേക്ക് പോയി. ഇരുട്ടിൽ മങ്ങിയ പ്രകാശം നൽകുന്ന ചില വസ്തുക്കൾ ഞങ്ങൾ ശേഖരിച്ചു. അത് മറ്റൊന്നിനുമല്ല, രാത്രി കിളയ്ക്കുമ്പോൾ റാന്തലിന് പകരമാണ്. റാന്തൽ വെളിച്ചം അപകടമാണല്ലോ. ജിമ്മിനെ രക്ഷപ്പെടുത്താൻ യാതൊരു തടസ്സങ്ങളുമില്ലല്ലോ എന്നോർത്തിട്ടായിരുന്നു ടോമിന് പ്രയാസം. കാവൽക്കാരനെ ബോധം കെടുത്തേണ്ട, പട്ടിക്ക് വിഷം കൊടുക്കേണ്ട, ചങ്ങല കൊണ്ട് ജിമ്മിനെ കട്ടിൽ കാലിനോട് കെട്ടിയിട്ടുണ്ടെന്ന് മാത്രം. കട്ടിൽ കാൽ ഒന്ന് പൊക്കിയാൽ ചങ്ങല ഊരുകയും ചെയ്യും. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിലായി ടോമിൻ്റെ ശ്രദ്ധ. അവൻ പറഞ്ഞു, നമുക്ക് ഒരു ഈർച്ചവാൾ വേണം. അതെന്തിനാണ്? കട്ടിലിൻ്റെ കാൽ ഈർന്നു മുറിക്കാൻ. കാൽ പൊക്കിയാൽ മതിയെന്നല്ലേ നേരത്തെ പറഞ്ഞത്? അതൊക്കെ കൊച്ചുകുട്ടികൾ ചെയ്യുന്നതല്ലേ. മികച്ച പുസ്തകങ്ങളിൽ പറയുന്നത് കട്ടിലിൻ്റെ കാൽ കണ്ടാലറിയാത്ത വിധം മുറിച്ചു വെക്കണമെന്ന് തന്നെയാണ്. അത് ശരി. അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ജിമ്മിൻ്റെ കാൽ മുറിച്ചു കളഞ്ഞാലും മതി. അയ്യോ, അതേതായാലും വേണ്ട, ഞാൻ അഭിപ്രായപ്പെട്ടു. ടോം എന്തോ ആലോചിച്ച ശേഷം തുടർന്നു. നമുക്കിനി ഒരു നൂലേണി വേണം. ഏണി എന്തിനാണ്? ഭൂമിക്കടിയിലൂടെയല്ലേ ജിം പുറത്തു വരിക.
ആവശ്യമില്ലെങ്കിലും ഏണി ഉണ്ടായാലേ പറ്റൂ. പുസ്തകങ്ങളിലൊക്കെ അക്കാര്യം എടുത്തു പറയുന്നുണ്ട്. കിടക്കയിലെ വിരിപ്പ് കീറി ഒരു നൂലേണി ഉണ്ടാക്കണമെന്ന് ടോം പറഞ്ഞു. സാലിയമ്മായി അത് കണ്ടാൽ കുഴപ്പമാണെന്നറിയാം. അതുകൊണ്ട് തുണിക്കൂട്ടത്തിൽ നിന്ന് ഒരു വിരിപ്പെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു കുപ്പായം കൂടി വേണം, ടോം പറഞ്ഞു. അതെന്തിനാണ്? ജിമ്മിന് ഡയറി എഴുതാൻ. അവന് എഴുത്തറിയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ടെന്നും അവൻ തുണിയിൽ എന്തെങ്കിലും കുത്തി വരച്ചാൽ മതിയെന്നും ടോം അഭിപ്രായപ്പെട്ടു. പേനയും മഷിയും എവിടെ നിന്ന് കിട്ടും? തടവുകാർ എഴുതാൻ പേന ഉപയോഗിക്കില്ല. വല്ല ആണിയോ കമ്പിയോ മിനുസപ്പെടുത്തിയാണ് അവർ പേനയുണ്ടാക്കുന്നത്. മഷിക്ക് സ്വന്തം ചോര തന്നെ ഉപയോഗിക്കണമെന്നാണ് പ്രമാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നതെന്നും ടോം സൂചിപ്പിച്ചു. സന്ദേശങ്ങൾ എഴുതി പുറത്തേക്കിടാൻ തകരത്തകിടും ജിമ്മിന് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. പ്രാതലിന് ശേഷം ഞാൻ തുണിക്കൂട്ടത്തിൽ നിന്ന് ഒരു വെള്ള ഷർട്ടും ഒരു വിരിപ്പും കടം വാങ്ങി. അത് ഒരു ചാക്കിൽ ഒളിപ്പിച്ചു വെച്ച ശേഷം ഞങ്ങളൊരു തടി കൂമ്പാരത്തിൻ്റെ മുകളിലിരുന്ന് വീണ്ടും പരിപാടിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ സാധനങ്ങളുമായില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ല ഹക്, ഇനി 2 കത്തി കൂടി വേണം. കത്തിയോ? എന്തിനാണ് കത്തി? നിലം കുഴിക്കുന്നത് കത്തി കൊണ്ടാണ്. അവിടെ തന്നെ പാരയും കൈക്കോട്ടുമുള്ളപ്പോൾ എന്തിനാണ് ടോം ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? പാരയും കൈക്കോട്ടും ഉപയോഗിക്കാൻ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും പറയുന്നില്ല. രാജാക്കന്മാർക്ക് പോലും അവ അനുവദിച്ചു കൊടുക്കുക പതിവില്ല. നീ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. കത്തി കൊണ്ട് കുഴിച്ചാൽ എത്ര കാലമെടുക്കുമെന്നാണ് ടോം കരുതുന്നത്? ഏറിയാൽ 37 വർഷം. 37 വർഷം കൊണ്ട് ജിം മരിച്ചിട്ടുണ്ടാകും. ഹക്കിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി. ഞാൻ അവനെ കത്തികൾ സംഘടിപ്പിക്കാൻ പറഞ്ഞുവിട്ടു. അന്ന് രാത്രി എല്ലാവരും ഉറക്കമായെന്നുറപ്പായപ്പോൾ ഞങ്ങൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. 2 കത്തിയുമായി ഞങ്ങൾ ജിമ്മിൻ്റെ തടവറയുടെ അടുത്തെത്തി. പിന്നിലെ മുറി തുറന്നു. അവിടെ നിന്ന് ജിമ്മിൻ്റെ കിടക്കയുടെ അടിയിലെത്തുന്ന ഒരു മാളം കുഴിക്കാനാണ് പരിപാടി. മങ്ങിയ വെളിച്ചത്തിൽ ഞങ്ങൾ നിലത്ത് കത്തി കൊണ്ട് കുഴിക്കാൻ തുടങ്ങി. രാത്രി 12 മണിയായി. ഞങ്ങളുടെ കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ഒരു ചെറിയ കുഴി കുത്തുവാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ഒരു രക്ഷയുമില്ല, ടോം പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ 40 വർഷം തന്നെ എടുക്കും, ഞാൻ ഓർമ്മപ്പെടുത്തി. ടോം എന്തോ ആലോചിക്കുന്ന പോലെ തോന്നി. നാം തടവുകാരായിരുന്നുവെങ്കിൽ ഇഷ്ടം പോലെ സമയം കിട്ടുമായിരുന്നു. ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പോൾ തിടുക്കത്തിൽ പണി ചെയ്ത് തീർക്കണം. അതുകൊണ്ട് കത്തി പോരെന്നാണ് എനിക്ക് തോന്നുന്നത് ഹക്ക്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? നമുക്ക് തൽക്കാലം മൺവെട്ടി കൊണ്ട് കുഴിക്കാം. കത്തി കൊണ്ട് കുഴിച്ചതാണെന്ന് സമാധാനിക്കുകയും ചെയ്യാം. ടോമിൻ്റെ ബുദ്ധി നേരെയാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ടോം പറഞ്ഞു, ഇത്തരം അവസരങ്ങളിൽ മൺവെട്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് തകരാറൊന്നുമില്ലെന്ന് പ്രമാണ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഹക്കിനെ പോലെ ബുദ്ധിയില്ലാത്തവരെ ഉദ്ദേശിച്ചാണ്. എനിക്കത് ബാധകമല്ല. എന്നിട്ട് ടോം കത്തി എടുത്തു കൊടുക്കാൻ എൻ്റെ നേർക്ക് കൈനീട്ടി. ഞാൻ കത്തി നീട്ടിയപ്പോൾ അതല്ല, ശരിക്കുള്ള കത്തിയാണ് വേണ്ടതെന്നായി അവൻ. ഒടുവിൽ ഒരു പിക്കാസ് എടുത്തു കൊടുത്തപ്പോഴേ അവന് തൃപ്തിയായുള്ളൂ. പിക്കാസും മൺവെട്ടിയും ഒക്കെ എടുത്ത് അരമണിക്കൂർ നേരം ഞങ്ങൾ കിളച്ചു. അപ്പോഴേക്കും അതൊരു മാളം തന്നെയായി കഴിഞ്ഞു. പിറ്റേന്ന് ഞങ്ങൾ ഒരു സ്പൂണും ഒരു മെഴുകുതിരിക്കാലും വീട്ടിൽ നിന്നും മോഷ്ടിച്ചു. അവ ജിമ്മിന് പേനയുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. 2-3 തകര പ്ലേറ്റുകളും ഞങ്ങൾ കട്ടെടുത്തു. അതാകട്ടെ ജിമ്മിന് സന്ദേശങ്ങൾ കൈമാറാനുള്ളതായിരുന്നു. അന്ന് രാത്രി 10 മണിയോടുകൂടി ഞങ്ങൾ വീണ്ടും ജിമ്മിൻ്റെ തടവറയുടെ സമീപമെത്തി. ജിമ്മിൻ്റെ കൂർക്കം വലി പുറത്തു കേൾക്കുന്നുണ്ടായിരുന്നു. 2.5 മണിക്കൂറോളം ഞങ്ങൾ അന്ന് ജോലി ചെയ്തു. മാളം ജിമ്മിൻ്റെ കിടക്കയുടെ ചുവട്ടിൽ വരെ എത്തി. ഞങ്ങൾ അതിലൂടെ അകത്തു കടന്നു. ഒരു മെഴുകുതിരി കത്തിച്ച ശേഷം ജിമ്മിനെ വിളിച്ചുണർത്തി. അവൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. ഞങ്ങളെ കണ്ടതോടുകൂടി അവൻ തേനെ എന്നെല്ലാം വിളിച്ച് വർത്തമാനം പറയാൻ തുടങ്ങി. ഞങ്ങൾ ഉളി കൊണ്ട് അവൻ്റെ കാലിൻ്റെ ചങ്ങല വെട്ടിമുറിച്ചു.
അവന് ഉടനെ തന്നെ രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. അത് ശരിയല്ലെന്ന് ടോം അഭിപ്രായപ്പെട്ടു. അമ്മാവനും അമ്മായിയും ഇടയ്ക്കെല്ലാം ജിമ്മിൻ്റെ അടുത്ത് കുശലാന്വേഷണത്തിന് വരാറുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ജിമ്മിന് കൊടുത്തയക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെക്കുറിച്ച് ഞങ്ങൾ അവനോട് സംസാരിച്ചു. എല്ലാം കാപ്പിരിയുടെ കൈവശമായിരിക്കും കൊടുത്തയക്കുക. നൂലേണി കിട്ടുമ്പോൾ അത് ഒളിപ്പിച്ചു വെക്കണമെന്നും ഷർട്ടിൽ ഡയറി കുറിപ്പുകൾ എഴുതണമെന്നും തകര പ്ലേറ്റിൽ രക്ഷിക്കണം എന്നെഴുതി പുറത്തേക്കിടണമെന്നും ടോം അവനോട് പറഞ്ഞു. ജിമ്മിന് ഒന്നും തന്നെ മനസ്സിലായില്ല. എങ്കിലും ഞങ്ങൾ ചോളപ്പൊടി തിന്നും പുക വലിച്ചും സൊറ പറഞ്ഞ് കുറേ സമയം അവിടെ ചെലവഴിച്ചു. പിറ്റേന്ന് ടോം മെഴുകുതിരിക്കാൽ മുറിച്ച് ചെറുതാക്കി കീശയിൽ സൂക്ഷിച്ചു. കാപ്പിരി ജിമ്മിന് കൊടുക്കാൻ ചോളപ്പം കൊണ്ടുപോകുമ്പോൾ അവനോട് കുശലം പറഞ്ഞ് ടോം മെഴുകുതിരിക്കാൽ അപ്പത്തിൽ തിരികെ കയറ്റി. അങ്ങനെ ഡയറി എഴുതുവാനുള്ള പേന അകത്തെത്തിച്ചു. അപ്പം കടിച്ചപ്പോൾ ആദ്യം കല്ലാണെന്ന് തോന്നിയെങ്കിലും അത് പേനയാണെന്ന് പിന്നീട് ജിമ്മിന് മനസ്സിലായി. ഞങ്ങൾ കാപ്പിരിയോടൊപ്പം ജിമ്മിൻ്റെ മുറിയിൽ നിൽക്കുകയായിരുന്നു. അകത്ത് നേരിയ വെളിച്ചം മാത്രം. പെട്ടെന്ന് ജിമ്മിൻ്റെ കിടക്കയുടെ അടിയിൽ നിന്ന് 2-3 നായ്ക്കൾ പൊങ്ങി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവയുടെ എണ്ണം 11ആയി. കുഴപ്പത്തിന് കാരണം പിന്നിലെ മുറിയുടെ വാതിലടയ്ക്കാൻ ഞങ്ങൾ മറന്നുപോയതാണ്. നായ്ക്കളെ കണ്ടതോടെ അയ്യോ യക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് കാപ്പിരി നിലത്തു വീണു. പിന്നെ അനക്കമില്ല. ജിമ്മിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി ഞങ്ങൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ നായ്ക്കളും അതിൻ്റെ പിന്നാലെ പാഞ്ഞു. ആ തക്കം നോക്കി ടോം ചെന്ന് വാതിലടച്ചു. പിന്നെ കാപ്പിരിയെ തട്ടിയുണർത്തി. അവൻ പേടിച്ച് 4 പാടും നോക്കിക്കൊണ്ടിരുന്നു. യക്ഷിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ യക്ഷികൾ ഉപദ്രവിക്കില്ലെന്ന് ടോം കാപ്പിരിയോട് പറഞ്ഞു. അത് താൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ടോം ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിന് ചില നിബന്ധനകളെല്ലാം പാലിക്കേണ്ടതുണ്ട്. തങ്ങളെ കാണുമ്പോൾ കാപ്പിരി പുറം തിരിഞ്ഞേ നിൽക്കാവൂ. തളികയിലിടുന്ന സാധനങ്ങൾ നോക്കാനോ കൈകൊണ്ട് തൊടാനോ പാടുള്ളതല്ല. പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ വലിയ ആപത്തുകൾ വന്നു ചേരുകയും ചെയ്യും. യക്ഷിക്ക് ഭക്ഷണം കിട്ടിയാൽ എന്തു മത്സരിക്കുമെന്ന് കാപ്പിരി ഞങ്ങൾക്ക് ഉറപ്പു തന്നു. അന്ന് വീടിൻ്റെ പിന്നിലുള്ള കുപ്പത്തൊട്ടിയിൽ നിന്ന് ഒരു പഴയ തകരത്തളിക ഞങ്ങൾക്ക് കിട്ടി. അതിൻ്റെ ഓട്ടയൊക്കെ ഞങ്ങൾ അടച്ചു. ആ തളികയിലാണ് അപ്പമുണ്ടാക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചത്. കലവറയിൽ ചെന്ന് കുറെ ചോളമാവ് മോഷ്ടിച്ചെടുത്തു. ചാക്കിൽ കെട്ടിവെച്ചിരുന്ന ഷർട്ടും നൂലേണിയും കയ്യിലെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളുമായി ഞങ്ങൾ കാട്ടിലേക്ക് പോയി. ഞങ്ങൾ ചോളമാവ് കുഴച്ച് പാകപ്പെടുത്തി. അത് പരത്തി അതിനുള്ളിൽ ഷർട്ടും നൂലേണിയും നിറച്ചു. എന്നിട്ട് തീയിലിട്ട് അപ്പം നന്നായി വേവിച്ചെടുത്തു. കാപ്പിരി ജിമ്മിന് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ പാത്രത്തിൽ അപ്പം വെച്ചു കൊടുത്തു. കാപ്പിരി അതിലേക്ക് നോക്കിയതേയില്ല. അപ്പത്തിൻ്റെ അടിയിൽ ഞങ്ങൾ 2-3 തകര പ്ലേറ്റും തിരികെ വെച്ചു. ജിമ്മിന് പ്രയാസമൊന്നുമില്ലാതെ എല്ലാ സാധനങ്ങളും കിട്ടി. കാപ്പിരി പോയപ്പോൾ അവൻ ഭക്ഷണം മാന്തി ഷർട്ടും നൂലേണിയും പുറത്തെടുത്തു. അവ കിടക്കയ്ക്കടിയിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. ഒരു തകര പ്ലേറ്റിൽ എന്തെല്ലാമോ കുത്തിവരച്ച് പുറത്തേക്ക് വലിച്ചെറിയാനും അവൻ മറന്നില്ല. തടവുകാരുടെ ചെയ്തികളെപ്പറ്റി പല കാര്യങ്ങളും ടോം മനസ്സിലാക്കിയിരുന്നു. എല്ലാ തടവുകാരും തങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കിയ തടവറയിൽ എന്തെങ്കിലും സന്ദേശങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. ജിമ്മും അതുപോലെ എന്തെങ്കിലും ചെയ്യേണ്ടതാണെന്ന് ടോം പറഞ്ഞു. ചുമരിൽ പേരെഴുതുകയും എന്തെങ്കിലും സന്ദേശം കുറിച്ചു വയ്ക്കുകയും വേണം. തനിക്ക് എഴുതാനറിയില്ലെന്ന് ജിം പറഞ്ഞു നോക്കി. ടോം അതൊന്നും ചെവി കൊള്ളാതെ പുസ്തകത്തിൽ നിന്ന് വായിച്ച പല കാര്യങ്ങളെക്കുറിച്ചും പറയാൻ തുടങ്ങി. സന്ദേശം കുറിക്കാനായി പേനുരസി ശരിപ്പെടുത്തുകയും ചെയ്തു. ജിമ്മിന് വേണ്ടി ഒരു സന്ദേശം തയ്യാറാക്കുന്ന പ്രവൃത്തിയിൽ ടോം മുഴുകി. സന്ദേശം തികച്ചും ദുഃഖകരമായി തോന്നണം. ടോം വളരെ ആലോചിച്ച ശേഷം സന്ദേശം കടലാസിൽ കുറിച്ചു. അത് എന്നെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. ഒരു രാജാവിൻ്റെ പുത്രനായി ഞാൻ 37 വർഷം ഈ കാരാഗൃഹത്തിൽ കഠിനമായ ഏകാന്തവാസം നയിച്ചു. അത് വായിച്ചപ്പോൾ ടോമിൻ്റെ തൊണ്ടയിടറി. അവൻ പൊട്ടിക്കരയുകയും ചെയ്തു. ആണികൊണ്ട് അക്കാര്യമെല്ലാം ചുമരിൽ എഴുതണമെങ്കിൽ തനിക്ക് 1 വർഷം വേണ്ടിവരുമെന്ന് ജിം പറഞ്ഞു.
ടോം അതിനും വഴി കണ്ടുപിടിച്ചു. അക്ഷരങ്ങൾ അവൻ കൊത്തിക്കൊടുക്കും. ജിം അതിൻ്റെ മീതെ വരയ്ക്കുകയേ വേണ്ടൂ. അപ്പോഴാണ് ടോമിന് മറ്റൊരു സംഗതി ഓർമ്മ വന്നത്. മരച്ചുവരിൽ ആരും സന്ദേശങ്ങൾ എഴുതി വയ്ക്കാറില്ല. എല്ലാവരും കല്ലിലാണ് കൊത്തിവയ്ക്കാറുള്ളത്. കല്ലിൽ സന്ദേശം കുറിച്ചു കഴിഞ്ഞ ശേഷം പുറത്തു കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് ജിം സംശയം പ്രകടിപ്പിച്ചു. കാരണം അത്രയും സമയം അതിനു വേണ്ടിവരും. പക്ഷേ പാറക്കല്ല് തന്നെ വേണമെന്ന് ടോം നിർബന്ധം പിടിച്ചു. അങ്ങനെ ഞാനും അവനും പാറക്കല്ല് തേടി പുറപ്പെട്ടു. പറ്റിയ ഒരു കല്ല് കണ്ടുപിടിക്കുകയും അതുരുട്ടി കുറേ ദൂരം കൊണ്ടുവരികയും ചെയ്തു. അപ്പോഴേക്കും ഞങ്ങൾ ആകെ ക്ഷീണിച്ചിരുന്നു. ജിം കൂടിയുണ്ടെങ്കിൽ കല്ല് കൊണ്ടുവരുന്ന കാര്യം എളുപ്പമായിരിക്കുമെന്ന് തോന്നി. അതുകൊണ്ട് അവനെ കൂടി കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴാണ് മറ്റൊരു പ്രയാസം നേരിട്ടത്. ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മാളം കല്ല് കടത്തിക്കൊണ്ടുപോകാൻ മാത്രം വലിപ്പമുള്ളതായിരുന്നില്ല. മൺവെട്ടി കൊണ്ടുവന്ന് മാളം വലുതാക്കേണ്ടി വന്നു. കല്ലകത്തെത്തിച്ച ശേഷം ടോം അതിന്മേൽ ആണി കൊണ്ട് അക്ഷരങ്ങൾ വരച്ചു. ജിം ആണി ഉളിയാക്കി പിടിക്കുകയും ഒരു മുട്ടിയെടുത്ത് മേടുകയും ചെയ്തു. അങ്ങനെ അവൻ അതിന്മേൽ പണി തുടങ്ങി. മെഴുകുതിരി കത്തിത്തീരുന്നതുവരെ പണി തുടർന്നു. കല്ല് കിടക്കയുടെ അടിയിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ പറഞ്ഞ ശേഷം ഞങ്ങൾ പോകാനൊരുങ്ങി. അപ്പോൾ ടോം എന്തോ ഓർത്ത ശേഷം ചോദിച്ചു, ജിം, ഇതിനുള്ളിൽ 8 കാലികളുണ്ടോ? ഇല്ലല്ലോ. തടവറയായാൽ 8 കാലികൾ വേണം. ഞങ്ങൾ കുറെ 8 കാലികളെ കൊണ്ടുവരുന്നുണ്ട്. അയ്യോ വേണ്ട, എനിക്കവയെ പേടിയാണ്. തടവ് പുള്ളികൾ മിണ്ടാപ്രാണികളെ താലോലിക്കണമെന്നും ജിമ്മിനെ താലോലിക്കാൻ കുറെ പാമ്പുകളെ കൊണ്ടുവന്ന് തരാമെന്നും ടോം പറഞ്ഞു. ഒരു പാമ്പിനെ ആ മുറിയിൽ കൊണ്ടുവന്നിട്ടാൽ ആ നിമിഷം ചുവരിലൂടെ തന്നെ താൻ പുറത്തേക്ക് ചാടുമെന്ന് ജിം മുന്നറിയിപ്പ് നൽകി. പാമ്പുകൾ നിരുപദ്രവകാരികളാണെന്നും അവയെ ഓമനിക്കുന്ന ആളെ അവ ദ്രോഹിക്കില്ലെന്നും ടോം ജിമ്മിനെ പറഞ്ഞ് മനസ്സിലാക്കി. സ്നേഹമുള്ളവരുടെ കൂടെ പാമ്പുകൾ കിടക്കുമെന്നും അവരുടെ കഴുത്തിൽ ചുറ്റുകയും വായിൽ തലയിടുകയും ചെയ്യുമെന്നും ടോം വ്യക്തമാക്കി. എത്ര കാലം ശ്രമിച്ചാലും പാമ്പിന് തൻ്റെ വായിൽ തലയിടാൻ കഴിയില്ലെന്ന് ജിം ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ കുറച്ച് ചേരകളെ എത്തിച്ചു തരാം. അയ്യോ, എനിക്ക് വേണ്ട. കുറച്ച് എലികളെ കൂടി കൊണ്ടുവരാം. നിർബന്ധമാണെങ്കിൽ ചേരകളെ കൊണ്ടുവന്നോളൂ. എലികളെ കൊണ്ടുവരരുതേ, ജിം അപേക്ഷിച്ചു. ടോം വീണ്ടും സ്വൽപ്പനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാ, ഒരു കാര്യം വിട്ടുപോയി. അതെന്താണ്? ഇവിടെ ഒരു പൂച്ചെടി വളർത്തിയെടുക്കണം. അതിൻ്റെ ആവശ്യമെന്താണെന്ന് ജിം ചോദിച്ചു. പല തടവുകാരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ടോമിൻ്റെ മറുപടി. ഒരു ചെടിയുടെ കമ്പ് കൊണ്ടുവന്ന് തരാമെന്നും അത് ഒരു മൂലയിൽ കുഴിച്ചിട്ട് കണ്ണീർ കൊണ്ട് നനച്ച് വളർത്തണമെന്നും അവൻ പറഞ്ഞു. വെള്ളം കൊണ്ട് നനച്ചാൽ പോരെ? ജിം ചോദിച്ചു. പോരാ, കണ്ണുനീർ തന്നെ വേണം, ടോം പറഞ്ഞു. തൻ്റെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കണമെങ്കിൽ ചെടി ഉണങ്ങിക്കരിയുകയേ ചെയ്യുള്ളൂ എന്ന് ജിം മുന്നറിയിപ്പ് നൽകി. ടോം അതിനും ഒരു വഴി കണ്ടുപിടിച്ചു. ചുവന്നുള്ളി ഉപയോഗിച്ചാൽ വേണ്ടത്ര കണ്ണുനീർ കിട്ടും. കാപ്പിരിയുടെ കയ്യിൽ ചുവന്നുള്ളി കൊടുത്തയക്കാമെന്നും ടോം പറഞ്ഞു. ജിമ്മിന് എല്ലാം കൂടി സഹിക്കാൻ കഴിഞ്ഞില്ല. പാമ്പുകളെയും 8 കാലികളെയും താലോലിക്കണം, ചെടി നട്ടുവളർത്തണം, ഡയറി എഴുതണം, ചുമരിൽ സന്ദേശം കുറിക്കണം. അങ്ങനെ എന്തൊക്കെ നൂലാമാലകൾ! ഒരു തടവുകാരന് ഇത്രയേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ? അപ്പോൾ ടോം പറഞ്ഞു, നിന്നെ നല്ലൊരു തടവുകാരനാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന കാര്യം നിനക്ക് ഓർമ്മ വേണം. രാവിലെ ഞങ്ങൾ പുറത്തുപോയി കമ്പി കൊണ്ടുള്ള ഒരു എലിക്കെണി വാങ്ങിക്കൊണ്ടുവന്നു. ഒരു എലിമട തുറന്ന് 1 മണിക്കൂർ കൊണ്ട് 15 എലികളെ ഞങ്ങൾ പിടിച്ച് അവയെ കൂട്ടിലിട്ട് ഞങ്ങൾ സാലി അമ്മായിയുടെ കട്ടിലിന് ചുവട്ടിൽ കൊണ്ടുചെന്ന് വെച്ചു. അവരുടെ ഇളയ മകൻ അത് കാണാനിടയായി. ഞങ്ങൾ 8 കാലികളെ പിടിക്കാൻ പോയതായിരുന്നു. അവൻ കൂട് തുറന്നിട്ടു. സാലിയമ്മായി വന്ന് നോക്കിയപ്പോൾ മുറി മുഴുവൻ എലികൾ. അവർക്ക് വല്ലാതെ കോപം വന്നു. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ചൂരൽ കൊണ്ട് നല്ല അടി കിട്ടി. വേറെ എലികളെ പിടിക്കാൻ ഞങ്ങൾ കൂടുതൽ പ്രയാസപ്പെടേണ്ടി വന്നു. 8 കാലികൾക്ക് പുറമെ മൂട്ടകൾ, തവളകൾ, പാറ്റകൾ തുടങ്ങിയ ജീവികളെയും ഞങ്ങൾ ശേഖരിക്കാൻ മറന്നില്ല.
ഒരു കടന്നൽ കൂട് കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. കടന്നലുകളെ കൊണ്ടുവന്നാൽ വീട്ടുകാരുമായി പിണങ്ങേണ്ടി വരും. അതുകൊണ്ട് ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. പാമ്പുകളെ പിടിക്കാനാണ് ഞങ്ങൾ പിന്നീട് ശ്രമിച്ചത്. 2 ഡസൻ ചേരകളെയാണ് ഞങ്ങൾ പിടിച്ചത്, കൂടെ കുറച്ച് പാമ്പുകളെ. അവയൊരു ചാക്കിലാക്കി ഞങ്ങൾ മുറിയിൽ കൊണ്ടുപോയി വെച്ചു. ഞങ്ങൾ അത്താഴം കഴിഞ്ഞ് വന്നപ്പോൾ ഒറ്റ പാമ്പും അതിലില്ലായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ചാക്ക് ശരിക്കും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. പാമ്പുകൾ ദൂരെ എങ്ങും പോയില്ല. വീട്ടിലും പരിസരത്തുമായി അവ ഇഴഞ്ഞു നടന്നു. കഴുക്കോലിന്മേൽ നിന്ന് അവ ഊർന്നു വീഴും. ചിലപ്പോൾ പാത്രങ്ങളിലേക്ക്, മറ്റു ചിലപ്പോൾ ആരുടെയെങ്കിലും ദേഹത്തേക്ക്. സാലിയമ്മായിക്ക് പാമ്പുകളെ അറപ്പും പേടിയുമായിരുന്നു. അവർ നിലവിളിച്ചുകൊണ്ട് വീട് മുഴുവനും ഓടി നടന്നു. കിടക്കയിലൊരു പാമ്പിനെ കണ്ടപ്പോൾ അവരുണ്ടാക്കിയ ബഹളത്തിന് കൈയും കണക്കുമില്ല. അവരുടെ കഴുത്തിൽ ഒരു തൂവൽ കൊണ്ട് തൊട്ടാൽ പോലും അവർ ചാടി എഴുന്നേറ്റ് നിലവിളിക്കുമായിരുന്നു. പാമ്പുകളെ ഞങ്ങൾ വീണ്ടും പിടിച്ചു. എല്ലാ ജീവികളെയും കൂട്ടി ഒടുവിൽ ജിമ്മിൻ്റെ തടവറയിൽ എത്തിച്ചു. പാമ്പുകളും എട്ടുകാലികളും എലികളും എല്ലാം കൂടി അവനെ സ്വൈര്യം കെടുത്തി. കിടക്കയിൽ അവന് സ്ഥലം കിട്ടാതെ വന്നു. പാമ്പുകൾ ഉറങ്ങുമ്പോൾ എലികൾ ഓടി നടക്കും. എലികൾ ഉറക്കമായാൽ പാമ്പുകൾ സഞ്ചരിക്കാൻ തുടങ്ങും. ചിലപ്പോൾ 8 കാലുകൾ ദേഹത്തേക്ക് ചാടി വീഴും. മറ്റു ചിലപ്പോൾ എലികളും പാമ്പുകളും ദേഹത്തിൽ കുത്തിമറിയും. ഒന്നും ഒരിക്കലും അടങ്ങിയിരിക്കില്ല. ജിമിന് വല്ലാത്ത മടുപ്പ് തോന്നി. പൈസ തന്നാൽ പോലും ഇനി തടവറയിൽ കഴിയില്ലെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞു. ടോം പറഞ്ഞ ഓരോ കാര്യങ്ങളും ജിം കൃത്യമായി ചെയ്തു തീർത്തു. ഓരോ തവണ തന്നെ എലി കടിക്കുമ്പോഴും അവനത് ഡയറിയിൽ കുറിച്ചു വെച്ചു. കല്ലിൽ സന്ദേശം കൊത്തിവെച്ചു. കട്ടിലിൻ്റെ കാൽ ഈർന്നു മുറിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത ടോമിൻ്റെ ചെവിയിലെത്തിയത്. ന്യൂ ഓർലൈനിലെ പത്രത്തിൽ വയസ്സൻ ജിമ്മിനെ സംബന്ധിച്ചുള്ള ഒരു പരസ്യം നൽകാൻ പോകുന്നു. അങ്ങനെ സംഭവിച്ചാൽ അവനെ രക്ഷപ്പെടുത്തുന്ന കാര്യം അസാധ്യമായിരിക്കുമെന്ന് ടോമിന് തോന്നി. അതുകൊണ്ട് സമയം തെല്ലും നഷ്ടപ്പെടുത്താതെ പരിപാടി അവസാനിപ്പിക്കണമെന്ന് അവൻ നിശ്ചയിച്ചു. ഇനി വേണ്ടത് ഊമക്കത്തുകളാണ്, ടോം പറഞ്ഞു. ഊമക്കത്തുകൾ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. സംഗതി നടപ്പാക്കാൻ പോകുന്നു എന്നതിനുള്ള മുന്നറിയിപ്പാണത്രേ ഊമക്കത്തുകൾ. സംഗതി നടപ്പാക്കുന്നത് പലപ്പോഴും വേലക്കാരികളെ പാട്ടിലാക്കിയാണ്. തടവറയിൽ നിന്ന് പുറത്തു കടക്കുന്നതാകട്ടെ വേഷം മാറിയും. അമ്മ അകത്ത് നിൽക്കുകയും മകൻ അവരുടെ ഉടുപ്പിട്ട് രക്ഷപ്പെടുകയും ചെയ്യുന്നത് സാധാരണ പതിവാണ്. ആരെയും ഒന്നും അറിയിക്കാതെ രക്ഷപ്പെടുകയല്ലേ നല്ലത്? ഞാൻ ചോദിച്ചു. ഇത്രയൊക്കെ അധ്വാനിച്ചതിന് ശേഷം ഒളിച്ചോടുന്നത് ഭീരുത്വമായിരിക്കുമെന്ന് ടോം അഭിപ്രായപ്പെട്ടു. നമുക്ക് വേലക്കാരി എവിടെ നിന്ന് കിട്ടും? ഹക്ക് വേലക്കാരിയുടെ വേഷം കെട്ടണം. അതിനൊരു ഉടുപ്പ് കട്ടെടുക്കണം. വേലക്കാരിയുടെ വേഷം ധരിച്ച ശേഷം എഴുത്ത് കൊണ്ടുപോയി ഉമ്മറപ്പടിയുടെ അടിയിൽ തിരികെ വെച്ചാൽ മതി. അതെന്തിനാണ് വേലക്കാരിയുടെ വേഷം കെട്ടുന്നത്? ഈ വേഷം തന്നെ പോരെ? ഈ വേഷത്തിൽ നീ വേലക്കാരിയാണെന്ന് തോന്നുമോ? അവസാനം ഞാൻ വേലക്കാരിയുടെ ഉടുപ്പണിയാമെന്ന് സമ്മതിച്ചു. ഞാൻ വേലക്കാരിയായാൽ ജിമ്മിൻ്റെ അമ്മ ആരായിരിക്കും? ഞാൻ ചോദിച്ചു. അമ്മ ഞാൻ തന്നെ, ടോം പറഞ്ഞു. ഞാൻ സാലി അമ്മയുടെ വസ്ത്രം മോഷ്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനും ജിമ്മും സ്ഥലം വിടുമ്പോൾ നീ തടവറയിൽ തന്നെ ആയിരിക്കും അല്ലേ? അതെങ്ങനെ? ഞാൻ ജിമ്മിൻ്റെ ഉടുപ്പിൽ വൈക്കോൽ നിറച്ച് വേഷം മാറിയ അമ്മയ്ക്ക് പകരം കിടക്കയിൽ വയ്ക്കും. എന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടി തടവറയിൽ നിന്ന് രക്ഷപ്പെടാം. ആദ്യത്തെ ഊമക്കത്ത് ഞങ്ങൾ അന്നെഴുതി. കുഴപ്പം വരാൻ പോകുന്നു, സൂക്ഷിച്ചിരിക്കുക എന്നൊരു മുന്നറിയിപ്പേ അതിലുണ്ടായിരുന്നുള്ളൂ. രാത്രി ഹക്ക് വേലക്കാരിയുടെ വേഷം ധരിക്കുകയും എഴുത്ത് കൊണ്ടുപോയി ഉമ്മറപ്പടിവാതിലിൻ്റെ ചുവട്ടിൽ തിരികെ വയ്ക്കുകയും ചെയ്തു. പിറ്റേന്ന് ഞങ്ങൾ ഒരു തലയോടിൻ്റെ ചിത്രമാണ് വരച്ചത്. വിലങ്ങനെ 2 അസ്ഥിയും. ടോം ചോര കൊണ്ടാണ് അത് വരച്ചുണ്ടാക്കിയത്. രാത്രി അത് ഉമ്മറവാതിലിൽ ഒട്ടിച്ചു വെച്ചു. പിറ്റേന്ന് ഒരു ശവപ്പെട്ടിയുടെ ചിത്രം വരച്ച് പിൻവാതിലിൽ പതിച്ചു. അതോടുകൂടി വീട്ടിലുള്ളവർ ആകെ പരിഭ്രാന്തരായി. എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ മതി, സാലിയമ്മായി ഹോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. കിടന്നുറങ്ങാൻ എല്ലാവർക്കും പേടി.
ഉണർന്നിരിക്കാൻ അതിലും പേടി. തങ്ങളുടെ പ്രവർത്തനം 100% വിജയിച്ചിട്ടുണ്ടെന്ന് ടോം സംതൃപ്തിയോടെ പറഞ്ഞു. അവസാനത്തെ വെടിയാണ് ഇനിയുള്ളത്. പിറ്റേന്ന് കാലത്ത് തന്നെ വേറൊരു എഴുത്തുകൂടി തയ്യാറാക്കി. അത് ഇപ്രകാരമായിരുന്നു: ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. ഇന്ന് രാത്രി ഭീകരന്മാരായ കൊള്ളക്കാർ വന്ന് ജിമ്മിനെ തട്ടിക്കൊണ്ടുപോകും. അവരെത്തിയാൽ ഞാൻ ബാ എന്ന് കരഞ്ഞ് നിങ്ങൾക്ക് സൂചന തരുന്നതാണ്. അതിനു മുമ്പ് വല്ലതും പ്രവർത്തിക്കുന്നത് ആപത്തായിരിക്കുമെന്ന കാര്യം ഓർമ്മയിരിക്കട്ടെ. രാത്രിയിൽ കത്തെവിടെ ഒട്ടിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. അപ്പോഴാണ് 2 വാതിലിൻ്റെ അടുത്തും ഓരോ കാപ്പിരി കാവലിരിക്കുന്നതായി കണ്ടത്. പിൻഭാഗത്തുള്ള കാപ്പിരി ഉറക്കമായിരുന്നു. അവൻ്റെ പുറത്തു തന്നെ എഴുത്ത് പതിപ്പിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. പിറ്റേന്ന് കാലത്ത് പ്രാതലിന് ശേഷം കുറച്ച് ഭക്ഷണ സാധനങ്ങളുമെടുത്ത് ഞങ്ങൾ പുഴയിലേക്ക് പോയി. കുറേ സമയം മീൻ പിടിച്ചു. പിന്നെ വള്ളത്തിൽ യാത്ര ചെയ്ത് ചങ്ങാടത്തിൻ്റെ അടുത്തെത്തി. അതിന് വല്ല തകരാറുമുണ്ടോ എന്ന് പരിശോധിച്ചു. എല്ലാം ശരിയാണെന്ന് ബോധ്യമായി. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അത്താഴത്തിൻ്റെ സമയം കഴിഞ്ഞിരുന്നു. സാലിയമ്മായി ഞങ്ങളോട് അത്താഴം കഴിച്ച ശേഷം ഉടനെ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. അവർ വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഞങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഉറങ്ങാൻ പോകുമ്പോൾ ഞങ്ങൾ കലവറയിൽ നിന്ന് കുറേ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചെടുത്ത് മുറിയിൽ കൊണ്ടുപോയി വെച്ചു. 11:30 മണിയോടുകൂടി ഞങ്ങൾ ഉണർന്നു. ടോം സാലിയമ്മയുടെ ഉടുപ്പെടുത്തണിഞ്ഞു. അത് അവൻ നേരത്തെ തന്നെ മോഷ്ടിച്ചെടുത്തിരുന്നു. ഭക്ഷണ സാധനങ്ങളുമായി ജിമ്മിൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായപ്പോഴാണ് കലവറയിൽ നിന്ന് വെണ്ണ എടുത്തിട്ടില്ലെന്ന കാര്യം ഓർമ്മ വന്നത്. എന്നോട് താഴെ പോയി വെണ്ണ എടുത്തു കൊണ്ടുവരാൻ ടോം ആവശ്യപ്പെട്ടു. അവൻ അപ്പോഴേക്കും ജിമ്മിൻ്റെ കുപ്പായത്തിൽ വൈക്കോൽ നിറച്ച് വെക്കാമെന്നും പറഞ്ഞു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ താഴെ ഇറങ്ങി കലവറയിലെത്തി. ഒരു ഉരുള വെണ്ണയെടുത്ത് പൊതിയാക്കി പുറത്തു കടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സാലി അമ്മായിയുണ്ട് ഒരു വിളക്കുമായി വരുന്നു. ഉടൻ തന്നെ ഞാൻ പൊതി തൊപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചു. നീ എന്താണിവിടെ ചെയ്യുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? വീട്ടിലെ പ്രത്യേക സംഭവങ്ങൾ നിമിത്തം സാലിയമ്മായി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലെത്തിയിരുന്നു. അവർ വല്ലാതെ ദേഷ്യപ്പെട്ടു. എന്നോട് ഇരിപ്പ് മുറിയിൽ ചെന്ന് അവർ വരുന്നതുവരെ അവിടെ ഇരിക്കാൻ പറയുകയും ചെയ്തു. ഞാൻ ഇരിപ്പ് മുറിയിൽ ചെന്നപ്പോൾ അവിടെ 15ഓളം കൃഷിക്കാർ തോക്കുമായി ഇരിക്കുന്നതാണ് കണ്ടത്. അവർ പതുക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും തികച്ചും അസ്വസ്ഥരാണെന്ന് എനിക്ക് മനസ്സിലായി. അവരെ കണ്ടപ്പോൾ ഞാൻ ഒരു കസാരയിൽ വീഴുക തന്നെ ചെയ്തു. സാലി അമ്മായി വന്ന് തന്നെ കഴിയും വേഗം അവിടെ നിന്ന് പറഞ്ഞു വിട്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കൃഷിക്കാരുടെ കൂട്ടത്തിൽ പല അഭിപ്രായക്കാരുമുണ്ടായിരുന്നു. ചിലരുടെ അഭിപ്രായം അക്രമികളെ നേരത്തെ തന്നെ പിടികൂടണമെന്നാണ്. ബാ എന്ന കരച്ചിൽ കേട്ടിട്ട് മതി എന്നായി മറ്റു ചില. അറയിൽ ആദ്യമേ ചെന്നിരിക്കണമെന്നും അക്രമികളെ അവിടെ വെച്ച് പിടിക്കുകയാണ് വേണ്ടതെന്നും മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെട്ടു. ഒരു കടന്നൽ കൂട്ടിലകപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. ജിമ്മിനെയും കൊണ്ട് ഉടനെ സ്ഥലം വിടണമെന്ന് എങ്ങനെ ടോമിനെ അറിയിക്കും? എൻ്റെ ചിന്ത അതായിരുന്നു. അപ്പോഴേക്കും സാലി അമ്മായി എന്നെ ചോദ്യം ചെയ്യാനും തുടങ്ങി. ഞാൻ ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തളർന്നു വീഴുമോ എന്ന് പോലും പേടിച്ചു. എന്ന് മാത്രമല്ല, തലയിൽ നിന്ന് വെണ്ണ ഉരുകി ഒലിക്കാനും തുടങ്ങി. അത് കഴുത്തിലും ചെവിയിലും പിന്നിലും വ്യാപിച്ചു. വെണ്ണ ഉരുകി ഒലിക്കുന്നത് കണ്ടപ്പോൾ സാലിയമ്മായി ഒറ്റ നിലവിളി. അയ്യോ, തലച്ചോറതാ ഒലിച്ചു വരുന്നു. അത് കേൾക്കേണ്ട താമസം ആളുകൾ എനിക്ക് ചുറ്റും കൂടി. അവരെൻ്റെ തൊപ്പിയെടുത്ത് മാറ്റി. വെണ്ണയാണെന്നറിഞ്ഞപ്പോഴേ സാലിയമ്മയുടെ പരിഭ്രമം മാറിയുള്ളൂ. പുലർച്ചയ്ക്ക് മുമ്പ് പുറത്തിറങ്ങരുതെന്ന താക്കീതോടുകൂടി അവരെന്നെ ഉറങ്ങാൻ പറഞ്ഞയച്ചു. ഞാൻ മുകളിലെത്തി ഉടൻ തന്നെ ജനലിലൂടെ പുറത്തു കടന്നു. എന്നിട്ട് ജിമ്മിൻ്റെ തടവറയിലെത്തി വിവരമെല്ലാം ടോമിനെ ധരിപ്പിച്ചു. ഇനി താമസിക്കുന്ന ഓരോ നിമിഷവും അപകടമാണെന്നും അതുകൊണ്ട് അപ്പോൾ തന്നെ ഒളിച്ചോടണമെന്നും ഞാൻ പറഞ്ഞു. ടോം സന്തുഷ്ടനായതുപോലെ തോന്നി. താൻ ആസൂത്രണം ചെയ്ത പരിപാടി വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചതിലുള്ള സന്തോഷമായിരുന്നു അത്. നമുക്കിനി പുറത്തു കടക്കാം, എന്നിട്ട് ബാ എന്ന കരച്ചിൽ ഉണ്ടാക്കാം, ടോം പറഞ്ഞു. ഞങ്ങൾ പോകാൻ തയ്യാറായപ്പോൾ
വാതിൽക്കൽ ആളുകളുടെ ശബ്ദം കേട്ടു. വാതിൽ തുറന്ന് കുറേ പേരെ അകത്ത് കടത്തിയിരുത്തണമെന്നും ബാക്കിയുള്ളവർ പുറമേ കാവൽ നിൽക്കണമെന്നും ഒരാൾ പറയുന്നത് കേട്ടു. ആളുകൾ അകത്ത് കടന്ന ഉടനെ ഞങ്ങൾ കട്ടിലിനടിയിലുള്ള ദ്വാരത്തിലൂടെ നൂഴ്ന്നിറങ്ങി. ആദ്യം ജീം, പിന്നെ ഞാൻ, അവസാനം ടോം. അത് അങ്ങനെ തന്നെ വേണമെന്ന് ടോമിന് നിർബന്ധമായിരുന്നു. ഞങ്ങൾ പിൻഭാഗത്തെ കൊച്ചു മുറിയിലെത്തി. വാതിലിൻ്റെ വിടവിലൂടെ ടോം പുറത്തേക്ക് നോക്കി. ഒന്നും വ്യക്തമായില്ല. ആരുടെയോ കാലൊച്ചകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ശബ്ദം അടുത്തടുത്ത് വരും, ചിലപ്പോൾ അകന്നു പോകും. കാലൊച്ചകന്നുപോയ സമയം നോക്കി ടോം ഞങ്ങളുടെ പുറത്തു തോണ്ടി. ഞങ്ങൾ പതുങ്ങി പതുങ്ങി ശ്വാസം പോലും വിടാതെ പുറത്തേക്കിറങ്ങി. വേലിയുടെ അടുത്തെത്തിയ ഉടനെ ഞങ്ങൾ അത് ചാടിക്കടന്നു. ടോം ചാടിയപ്പോൾ ഒരു കമ്പിൽ അവൻ്റെ കാൽ തട്ടി ശബ്ദമുണ്ടാക്കി. ആരാണത്? ചോദ്യമുയർന്നു. ഞങ്ങൾ ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്ന് കുതിച്ചു. പൊടുന്നനെ ആളുകളുടെ ബഹളവും വെടിയുടെ ഒച്ചയും. വെടിയുണ്ടകൾ ഞങ്ങൾക്ക് ചുറ്റും ചീറിപ്പാഞ്ഞു. അതാ, പുഴയിലേക്കാണ് അവർ ഓടുന്നത്. നായ്ക്കളെ അഴിച്ചുവിടണം. ആളുകൾ കൂവുകയും ഞങ്ങളുടെ പിന്നാലെ ഓടിയെത്തുകയും ചെയ്തു. അവർ അടുത്തെത്തിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കുറ്റിക്കാട്ടിലേക്ക് മാറിക്കളഞ്ഞു. അവർ നേരെ മുമ്പോട്ട് തന്നെ പോയി. ഞങ്ങൾ സാവധാനം അവരെ പിന്തുടർന്നു. അപ്പോഴേക്കും നായ്ക്കൾ ഓടി എത്തിക്കഴിഞ്ഞു. പക്ഷേ നായ്ക്കൾക്ക് ഞങ്ങളെ നല്ല പരിചയമായിരുന്നു. അവ ഞങ്ങളോട് ലോഹ്യം കാണിച്ച് ഒച്ചയും ബഹളവും കേൾക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞുപോയി. ഞങ്ങൾ അപ്പോൾ മില്ലിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് കുറ്റിക്കാട്ടിലൂടെ നടന്ന് ഞങ്ങൾ വഞ്ചിയുടെ അടുത്തെത്തി. അതിൽ കയറി ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക് അതിവേഗം തുഴഞ്ഞു. ജിം, നീ മോചിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ പറഞ്ഞു. അക്കാര്യത്തിൽ ജിമ്മിനെ പോലെ തന്നെ ഞങ്ങളും സന്തുഷ്ടരായിരുന്നു. അപ്പോഴാണ് ടോമിൻ്റെ കാലിൽ നിന്ന് ചോരയൊലിക്കുന്നത് ഞങ്ങൾ കണ്ടത്. കാലിന് വെടിയേറ്റതാണ്. നല്ല വേദനയുണ്ടായിരുന്നിട്ടും ടോം അത് കാര്യമാക്കിയില്ല. പക്ഷേ ഞാനും ജിമ്മും അവനെ ചങ്ങാടത്തിലെ കൂടാരത്തിൽ കിടത്തി. ഒരു തുണിയെടുത്ത് മുറിവ് കെട്ടി. ഇത്തരം അവസരത്തിൽ മുറിവേൽക്കുന്നത് വലിയൊരു കാര്യമാണെന്ന് ടോം പറഞ്ഞെങ്കിലും അവന് ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് യാത്ര തുടരാം, അവൻ പറഞ്ഞു. എനിക്കും ജിമ്മിനും അത് സമ്മതമായിരുന്നില്ല. ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരണമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി. ഞാൻ വഞ്ചി തയ്യാറാക്കി പോകാനൊരുങ്ങി. ജിമ്മിനെ ഡോക്ടർ കാണാനിടയാകുന്നത് അപകടമാണെന്നും അതുകൊണ്ട് ഡോക്ടർ വന്നു പോകുന്നതുവരെ അവൻ കാട്ടിൽ ഒളിച്ചിരിക്കണമെന്നും ടോം ഓർമ്മിപ്പിച്ചു. ഡോക്ടറെ എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്നതിനെപ്പറ്റിയും ടോമിന് ചില നിർദ്ദേശങ്ങൾ തരാനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ആദ്യം വാതിലടച്ച ശേഷം ഡോക്ടറുടെ കണ്ണ് മുറുകെ കെട്ടണം. ഒരു സഞ്ചി നിറയെ സ്വർണ്ണ നാണയം കയ്യിൽ ഏൽപ്പിക്കുകയും വേണം. എല്ലാം രഹസ്യമാക്കി വയ്ക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യിപ്പിക്കണം. അതിനുശേഷം വഴിയിലൂടെ പലയിടത്തും ചുറ്റിയ ശേഷം വേണം ഇവിടെ കൊണ്ടുവരാൻ. ഞാൻ ഡോക്ടറുടെ വീട്ടിലെത്തി വാതിലിൽ മുട്ടി. ഡോക്ടർ വാതിൽ തുറന്നു. അയാൾ പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. സാർ, എൻ്റെ സഹോദരന് സുഖമില്ല, ദയവ് ചെയ്ത് എൻ്റെ കൂടെ വരണം, ഞാൻ പറഞ്ഞു. എന്താണ് തകരാറ്? ഡോക്ടർ ചോദിച്ചു. കാലിൽ മുറിവ് പറ്റിയതാണ്. അതെങ്ങനെ? അവൻ ഉറക്കത്തിൽ എന്തോ ചീത്ത സ്വപ്നം കണ്ടു. അറിയാതെ തോക്കിന് ചവിട്ടുകയും വെടിപൊട്ടുകയും ചെയ്തു. അങ്ങനെയാണ് കാലിന് മുറിവേറ്റത്. വല്ലാത്ത സ്വപ്നം തന്നെ. ഡോക്ടർ ഉടൻ തന്നെ സഞ്ചിയുമെടുത്ത് എൻ്റെ കൂടെ വന്നു. മുറിവ് ശരിപ്പെടുത്തുന്ന കാര്യമെല്ലാം രഹസ്യമായിരിക്കണമെന്ന് ഞാൻ ഡോക്ടറോട് വഴിക്ക് വെച്ച് തന്നെ പറഞ്ഞു. നിന്റെ പേരെന്താണ്? ഡോക്ടർ ചോദിച്ചു. ടോം. എവിടെയാണ് താമസം? ഫെൽപ്സിൻ്റെ വീട്ടിൽ. ഞങ്ങൾ പുഴക്കടവിലെത്തി. എൻ്റെ കൊച്ചു വഞ്ചി കണ്ടപ്പോൾ അതിൽ രണ്ടാൾക്ക് സഞ്ചരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. വലിയൊരു വഞ്ചി കിട്ടാൻ അയാൾ ശ്രമിച്ചു നോക്കിയെങ്കിലും കിട്ടിയില്ല. ഒടുവിൽ ഡോക്ടർ ഒറ്റയ്ക്ക് വഞ്ചിയിൽ യാത്ര പുറപ്പെട്ടു. ചങ്ങാടത്തിൻ്റെ അടുത്ത് ചെന്നെത്തേണ്ട വഴി ഞാൻ വ്യക്തമായി പറഞ്ഞു കൊടുത്തിരുന്നു. എന്നോട് ഡോക്ടർ തിരിച്ചു വരുന്നതുവരെ അവിടെ കാത്തു നിൽക്കാൻ പറയുകയും ചെയ്തു. കാത്തിരുന്ന് നേരം പുലർന്നു. ഡോക്ടർ തിരിച്ചു വന്നില്ല. ടോമിൻ്റെ സ്ഥിതി മോശമായിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അപ്പോൾ തീരത്തുകൂടെ ഒരാൾ നടന്നു വരുന്നത് കണ്ടു. അത് സൈലാസ് അമ്മാവനായിരുന്നു.
അമ്മാവൻ ചോദിച്ചു. നീ എവിടെയായിരുന്നു ടോം? ഞാനും സിഡും കൂടി കാപ്പിരിയെ തിരഞ്ഞു നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു. ഹോ, നിങ്ങളെ കാണാതെ അമ്മായി എത്രമാത്രം വിഷമിച്ചെന്നോ? അതിന് ഞങ്ങൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഞങ്ങൾ ആൾക്കാരെ പിന്തുടർന്നിരുന്നു. അവരും നായ്ക്കളും വളരെ വേഗം പോയതുകൊണ്ട് ഞങ്ങൾക്ക് വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പുഴയിൽ നിന്ന് ഒച്ച കേട്ടപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരിക്കുമെന്ന് കരുതി ഞങ്ങൾ വഞ്ചിയിൽ കയറി. മറുകരയിൽ എത്തിയിട്ട് പോലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും വിവരമുണ്ടോ എന്നറിയാൻ ഇപ്പോൾ സിഡ് തപാൽ ഓഫീസിൽ പോയിരിക്കുകയാണ്. സിഡിനെ കൂട്ടാൻ അമ്മാവൻ്റെ കൂടെ ഞാനും തപാൽ ഓഫീസിൽ ചെന്നു. പക്ഷേ സിഡിനെയുണ്ടോ അവിടെ എങ്ങാൻ കാണുന്നു. എന്നെ അവിടെ കാത്തു നിൽക്കാൻ വൃദ്ധൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. സാലിയമ്മായി എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവർ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സിഡ് എവിടെയാണുള്ളതെന്ന് അവർ തിരക്കി. അവൻ വേഗം എത്തും അമ്മായി, ഞാൻ പറഞ്ഞു. വീട് നിറയെ ആളുകളുണ്ടായിരുന്നു. കൃഷിക്കാരും അവരുടെ ഭാര്യമാരും മറ്റും. എല്ലാവരും ജിമ്മിൻ്റെ രക്ഷപ്പെടലിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അവനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ആരാണ്? ഇപ്പോൾ അവൻ എവിടെയാണുള്ളത്? കിടക്കയുടെ അടിയിലുള്ള മാളം ആരാണ് നിർമ്മിച്ചത്? ഇത്തരം 100 സംശയങ്ങളാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ സാലിയമ്മായി ചോദിച്ചു. സിഡ് ഇനിയും വന്നില്ലല്ലോ. അവനിത് എന്തു പറ്റി? ഞാൻ അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടുവരാം. എന്നെ പുറത്തുവിടാൻ സാലിയമ്മായി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അത്താഴത്തിൻ്റെ സമയം വരെ കാത്തിരുന്നു. സിഡ് എത്തിയില്ല. അത്താഴത്തിന് ശേഷം അമ്മാവൻ സിഡിനെ തിരക്കി പുറത്തുപോയി. 10 മണിയായതോടുകൂടി സിഡിനെപ്പറ്റി യാതൊരു വിവരവും കിട്ടാതെ വൃദ്ധൻ തിരിച്ചെത്തി. സാലിയമ്മായി എന്നോട് പോയി കിടന്നുറങ്ങാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അവർ മുറിയിൽ വന്ന് എന്നെ തലോടുകയും സിഡിനെ ഓർത്ത് തേങ്ങിക്കരയുകയും ചെയ്തു. അവന് എന്തെങ്കിലും അപകടം പറ്റിയിരിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു. സിഡ് തിരിച്ചെത്താതിരിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ ഏതായാലും പോകരുത് ടോം, അവർ പോകുമ്പോൾ പറഞ്ഞു. എനിക്ക് ഉറക്കം വന്നില്ല. അവിടെ നിന്ന് പുറത്തു കടന്ന് ടോമിൻ്റെയും ജിമ്മിൻ്റെയും അടുത്തെത്താൻ എൻ്റെ മനസ്സ് കൊതിച്ചു. പക്ഷേ ഈ അവസ്ഥയിൽ സാലിയമ്മായിയെ എങ്ങനെ വിട്ടുപോകും? സാലിയമ്മായി അന്ന് ഉറങ്ങിയതേയില്ല. വിളക്ക് കത്തിച്ചു വെച്ച് ജനലിന് സമീപം അവർ സിഡിനെയും കാത്തിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റുടനെ വൃദ്ധൻ വീണ്ടും പുറത്തുപോയി അന്വേഷിച്ചു. ടോമിനെ കണ്ടുകിട്ടിയില്ല. തിരിച്ചു വന്ന് പ്രാതൽ കഴിക്കാനിരുന്നു. സാലിയമ്മായിക്കോ അമ്മാവനോ എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ കഴിഞ്ഞില്ല. പ്രാതൽ ആറിത്തണുത്തു. സിഡ് എവിടെ? ആ ചോദ്യവുമായി അവർ മിഴിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ സാലിയമ്മായിയോട് ചോദിച്ചു. ആ എഴുത്ത് ഞാൻ നിനക്ക് തന്നില്ലേ? ഏതെഴുത്ത്? ഇന്നലെ ഒരു എഴുത്ത് കിട്ടിയിരുന്നു. എനിക്ക് തന്നില്ലല്ലോ. വൃദ്ധൻ കീശയിൽ തപ്പി നോക്കി. പിന്നെ എഴുന്നേറ്റ് പോയി എഴുത്തുമായി തിരിച്ചു വന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള എഴുത്താണ്. പെങ്ങളുടേത്. എനിക്ക് അവിടെ നിന്ന് സ്ഥലം വിടണമെന്നുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ സാലിയമ്മായി എന്നോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. എഴുത്തു വായിക്ക്, വൃദ്ധൻ പറഞ്ഞു. സാലിയമ്മായി കത്ത് പൊളിക്കാൻ തുടങ്ങി. പെട്ടെന്നവർ എഴുത്ത് താഴെയിട്ട് ചാടി എഴുന്നേറ്റു. അവർ വാതിലിനടുത്തേക്ക് ഓടി. ഒരു കൂട്ടം ആളുകൾ വീട്ടിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. മുമ്പിൽ ആ വയസ്സൻ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. ടോം സോയർ ഒരു വിരിപ്പിൽ കിടക്കുകയാണ്. അവൻ്റെ അടുത്ത് ജിം. അവൻ്റെ കൈ രണ്ടും കെട്ടിയിട്ടുണ്ടായിരുന്നു. ടോമിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ സാലിയമ്മായി വിചാരിച്ചു അവൻ മരിച്ചുപോയെന്ന്. അവർ അവൻ്റെ മേൽ വീണ് വാവിട്ട് കരഞ്ഞു. അപ്പോൾ ടോം തലയിളക്കുകയും എന്തോ പിറുപിറുക്കുകയും ചെയ്തു. ഉടൻ തന്നെ സാലിയമ്മായി മുകളിൽ പോയി കിടക്ക വിരിച്ചു. ആളുകൾ ടോമിനെ അവിടെ കൊണ്ടുപോയി കിടത്തി. സൈലാസ് അമ്മാവനും ഡോക്ടറും അകത്തേക്ക് പോയി. ആളുകൾ ജിമ്മിന് ചുറ്റും കൂടി. അവനെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആളുകൾ വളരെയേറെ കോപിച്ചിരിക്കുന്നത് പോലെ തോന്നി. ഒളിച്ചോടിയതിനും ഒരു കുടുംബത്തെ ഇത്രയേറെ വിഷമിപ്പിച്ചതിനും ജിമ്മിനെ തൂക്കിലേറ്റണമെന്ന് ചിലർ ആവശ്യപ്പെട്ടു. എങ്കിലേ അത് മറ്റ് കാപ്പരികൾക്ക് ഒരു പാഠമാകൂ.
അങ്ങനെ ചെയ്താൽ സ്വന്തം കാപ്രി അല്ലാത്തതുകൊണ്ട് അവൻ്റെ വില കൊടുക്കേണ്ടി വരുമെന്ന് ചിലർ ഓർമ്മിപ്പിച്ചു. എല്ലാവരും അവനെ കണക്കറ്റ് ചീത്ത പറയുകയും ചിലർ അവൻ്റെ തലയ്ക്ക് ഇടിക്കുകയും ചെയ്തു. പാവം ജിം, അവനൊരു അക്ഷരം പോലും മിണ്ടിയില്ല. ആളുകൾ അവനെ പഴയ തടവറയിൽ കൊണ്ടുപോയി ചങ്ങലക്കിട്ടു. ഇപ്രാവശ്യം ചങ്ങല ഒരു വലിയ ഇരുമ്പ് കുറ്റിയോടാണ് കെട്ടിയത്. അവൻ്റെ കൈയും കാലും കെട്ടിയിരുന്നു. മുറിയിലേക്കുള്ള ദ്വാരം അവർ അടച്ചു കളഞ്ഞു. അപ്പവും വെള്ളവും മാത്രമേ അവന് ഭക്ഷണമായി കൊടുക്കാവൂ എന്ന് നിശ്ചയിച്ചു. രാത്രിയിൽ 2 പേർ തോക്കുമായി കാവലിരിക്കണമെന്നും പകലൊരു നായയെ അവിടെ കെട്ടിയിടണമെന്നും ആൾക്കാർ അഭിപ്രായപ്പെട്ടു. ആ സമയത്ത് ഡോക്ടർ പുറത്തു വന്നു. ജിമ്മിനെ ഒരു പ്രകാരത്തിലും ഉപദ്രവിക്കരുതെന്ന് അയാൾ ആളുകളോട് പറഞ്ഞു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ തന്നെ സഹായിച്ചത് അവനാണെന്നും അവനൊരു നല്ല കാപ്പിരിയാണെന്നും ഡോക്ടർ വ്യക്തമാക്കി. ചങ്ങാടത്തിൽ ഉറക്കമിളച്ചിരുന്ന് അവൻ മുറിവേറ്റ കുട്ടിയെ ശുശ്രൂഷിക്കുകയായിരുന്നു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെന്നല്ലാതെ ഒരിക്കൽ പോലും ഒളിച്ചോടണമെന്ന് അവന് തോന്നിയിട്ടില്ല. രാവിലെ മറ്റൊരു ബോട്ടുകാർ സഹായത്തിനെത്തിയപ്പോൾ പോലും അവൻ അവിടെ നിന്ന് വിട്ടുപോയില്ല. ഡോക്ടറുടെ അഭിപ്രായം കേട്ടപ്പോൾ ജനങ്ങളുടെ മനസ്സ് മാറി. ജിമ്മിൻ്റെ സേവനങ്ങൾക്ക് അവനൊരു സമ്മാനം തന്നെ കൊടുക്കേണ്ടതാണെന്ന് അവർ പറഞ്ഞു. ജിമ്മിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ ഡോക്ടറോട് എനിക്ക് എന്തെന്നില്ലാത്ത നന്ദി തോന്നി. എനിക്ക് ടോമിനെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാലിയമ്മായി രാവും പകലും അവൻ്റെ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. രാവിലെ ആയപ്പോൾ ടോമിന് വളരെ ഭേദം തോന്നി. സാലിയമ്മായി മുറിയിലില്ലാത്ത തക്കം നോക്കി ഞാൻ അവൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു. അവൻ ഉണരുന്നത് കാത്ത് ഞാനിരുന്നു. വീട്ടുകാരോട് പറയാൻ എന്തെങ്കിലും ഒരു കഥ മെനഞ്ഞുണ്ടാക്കണമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അരമണിക്കൂറിനുള്ളിൽ സാലിയമ്മായി വീണ്ടുമെത്തി. അവൻ്റെ സ്ഥിതി ഭേദപ്പെട്ടിട്ടുണ്ടെന്നും അവൻ സുഖമായിട്ടുറങ്ങട്ടെയെന്നും അവരെന്നോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ടോം കണ്ണുമിഴിച്ചു. എന്നെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല, ഞാൻ വീട്ടിലെത്തിയോ? നമ്മുടെ ചങ്ങാടം എവിടെ? അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. ജിമ്മോ? അവനും സുഖമായിരിക്കുന്നു. നീ സാലിയമ്മയോട് വിവരങ്ങളെല്ലാം പറഞ്ഞോ? ഇല്ലല്ലോ. എന്താണ് സിഡ് പറയുന്നത്? സാലിയമ്മായി അന്വേഷിച്ചു. ഞങ്ങൾ 2 പേരും കൂടിയാണ് ജിമ്മിനെ മോചിപ്പിച്ചത്, ടോം വ്യക്തമാക്കി. സാലിയമ്മായി അത് വിശ്വസിച്ചില്ല. അവർ വിചാരിച്ചത് അവൻ സുഖമില്ലാതെ എന്തൊക്കെയോ പിറുപിറുക്കുകയാണെന്നാണ്. എന്നാൽ ടോം വിശദീകരിച്ചു. ജിമ്മിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ടി വന്ന സാഹസ പ്രവൃത്തികളെക്കുറിച്ച് അവൻ എണ്ണി എണ്ണി പറഞ്ഞു. തടവറയിലേക്ക് മാളം കുഴിച്ചുണ്ടാക്കിയത്, വിരിപ്പും കുപ്പായവും സ്പൂണും തകര പ്ലേറ്റും മറ്റും ജിമ്മിന് എത്തിച്ചു കൊടുത്തത്, പാമ്പുകളെയും എട്ടുകാലികളെയും മുറിയിൽ കൊണ്ടുവന്നിട്ടത്, ഊമക്കത്തുകൾ എഴുതി പതിപ്പിച്ചത്, ജിമ്മിനെയും കൂട്ടി ഒളിച്ചോടി പുഴയിലെത്തിയത് എല്ലാം കേട്ടപ്പോൾ സാലിയമ്മായിക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുന്നത്, അവർ പറഞ്ഞു. ദൈവമേ, എനിക്ക് ഭ്രാന്ത് പിടിക്കേണ്ടതായിരുന്നു. അതോർക്കുമ്പോൾ സുഖമാകട്ടെ, 2 പോക്കിരികളെയും ഞാൻ ശരിയാക്കി തരാം. അത് കേട്ടപ്പോൾ ടോം ചിരിക്കുകയാണ് ചെയ്തത്. അവൻ പറഞ്ഞു, ഏതായാലും ജിം മോചിതനായല്ലോ. ആര് പറഞ്ഞു അവൻ മോചിതനായെന്ന്? സാലിയമ്മായി ചോദിച്ചു. അവനെ അറയിൽ തന്നെയിട്ട് അടച്ചിരിക്കുകയാണ്. ചങ്ങല കൊണ്ട് വരിഞ്ഞ് കെട്ടിയിട്ടുമുണ്ട്. അപ്പവും വെള്ളവുമല്ലാതെ ഒരു സാധനവും അവന് തിന്നാൻ കൊടുക്കുകയുമില്ല. ജിമ്മിനെ തുറന്നുവിടണം. അവനെ കെട്ടിയിടാൻ ആർക്കും അധികാരമില്ല. അവനിപ്പോൾ അടിമയല്ല. ഈ ഭൂമിയിൽ മറ്റുള്ളവരെ പോലെ സ്വതന്ത്രനാണ്. എന്തൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്? സാലിയമ്മായി, ആരും പോയില്ലെങ്കിൽ ഞാൻ പോയി ജിമ്മിനെ തുറന്നുവിടും. മിസ് വാട്സൺ 2 മാസം മുമ്പ് മരിച്ചു കഴിഞ്ഞു. അവരുടെ ഒസ്യത്തിൽ ജിമ്മിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവൻ നേരത്തെ തന്നെ സ്വതന്ത്രനാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് അവനെ രക്ഷപ്പെടുത്താൻ പാടുപെട്ടത്? അതൊരു ചോദ്യമാണ്, ടോം പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയെല്ലാം പ്രവർത്തിച്ചത് വെറും പരാക്രമത്തിലുള്ള രസം കൊണ്ടാണ്. ആ സമയത്ത് ഒരു സ്ത്രീ അകത്തേക്ക് കടന്നു വന്നു. അത് പോളിയമ്മായിയായിരുന്നു. എനിക്കവിടെ നിന്ന് ഓടണമെന്ന് തോന്നി. പക്ഷേ അതിന് കഴിഞ്ഞില്ല. സൈലാസ് അമ്മാവൻ വാതിലിനടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു.
അതുകൊണ്ട് ഞാൻ കട്ടിലിൻ്റെ അടിയിൽ ചെന്ന് ഒളിച്ചിരുന്നു. സാലിയമ്മായി പോളിയമ്മായി കെട്ടിപ്പിടിക്കുകയും കണ്ണുനീർ വാർക്കുകയും ചെയ്തു. നിനക്ക് ഞാൻ അയച്ച എഴുത്തുകളൊന്നും കിട്ടിയില്ലേ? പോളിയമ്മായി ചോദിച്ചു. എഴുത്തോ? എന്തെഴുത്ത്? സാലിയമ്മായി അതിശയം പ്രകടിപ്പിച്ചു. ഞാൻ നിനക്ക് എഴുതിയിരുന്നുവല്ലോ. ഹാ, ടോമിനെന്താണ്? അവനെന്താണ് കിടക്കയിൽ കിടക്കുന്നത്? അത് ടോമല്ലല്ലോ, സിഡല്ലേ? സാലിയമ്മായി വ്യക്തമാക്കി. ടോം അതാ അവിടെ കട്ടിലിൻ്റെ ചോട്ടിൽ. അത് ടോം സോയറല്ല, ഹക്കിൾബെറി ഫിന്നാണ്, പോളിയമ്മായി പറഞ്ഞു. എന്നിട്ടവർ എന്നോട് കട്ടിലിനടിയിൽ നിന്ന് പുറത്തു വരാൻ പറഞ്ഞു. പാവം സാലിയമ്മായി, അവർക്കൊന്നും തന്നെ മനസ്സിലായില്ല. സൈലാസ് അമ്മാവനാകട്ടെ വിവരമെല്ലാം കേട്ടപ്പോൾ മത്ത് പിടിച്ചവനെ പോലെ ആയിത്തീരുകയും ചെയ്തു. ടോമും സിഡും സുരക്ഷിതമായി എത്തിച്ചേർന്ന വിവരത്തിന് പോളിയമ്മായിക്ക് സാലിയമ്മായിൽ നിന്ന് ഒരു എഴുത്ത് കിട്ടിയിരുന്നു. അത് കിട്ടിയപ്പോൾ തന്നെ ടോം എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമെന്ന് പോളിയമ്മായി ഊഹിക്കാതിരുന്നില്ല. അക്കാര്യം കാണിച്ചുകൊണ്ട് അവർ സാലിയമ്മായിക്ക് അപ്പോൾ തന്നെ മറുപടി എഴുതിയിരുന്നു. ആ എഴുത്തും നിനക്ക് കിട്ടിയില്ലേ? അവർ ചോദിച്ചു. ഇല്ലല്ലോ, അവസാനം എഴുതിയൊരു കത്ത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ടോം തല ഉയർത്തി പറഞ്ഞു. എഴുത്തുകളൊക്കെ എൻ്റെ പെട്ടിയിലുണ്ട് സാലിയമ്മായി. ഞാനൊന്നും പൊട്ടിച്ചിട്ട് പോലുമില്ല. പെട്ടി തുറന്ന് എല്ലാം എടുത്തോളൂ. സാലിയമ്മായിക്ക് വന്ന ദേഷ്യത്തിന് കണക്കില്ല. ഈ പോക്കിരികളെ അടിച്ച് തൊലി ഉരിക്കണം, അവർ പറഞ്ഞു. മിസ് വാട്സൺ തൻ്റെ മരണപത്രത്തിൽ ജിമ്മിനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ കാര്യം പോളിയമ്മായി അനുസ്മരിച്ചു. അത് കേട്ട ഉടനെ തന്നെ സൈലാസ് അമ്മാവൻ ചെന്ന് തടവറയുടെ വാതിൽ തുറന്നു. ജിം, പുറത്തു വാ, നീ ഇപ്പോൾ സ്വതന്ത്രനാണ്, അയാൾ പറഞ്ഞു. ജിമ്മിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എല്ലാവരും കൂടി അവന് വീട്ടിൽ കൊണ്ടുപോയി വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്തു. അവൻ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിച്ചു. അതിനുശേഷം ജിം ടോമിനെ കാണാൻ മുകളിലേക്ക് പോയി. ടോം $40 ജിമ്മിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു. നീ നല്ലൊരു തടവുകാരനായതിനുള്ള സമ്മാനമാണിത്. ജിം സന്തോഷം കൊണ്ട് മരിച്ചു പോകുമോ എന്ന് പോലും തോന്നി. രോമമുള്ള നെഞ്ചുള്ളവൻ പണക്കാരനാകുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഇപ്പോഴെങ്ങനെ? ജിം സംതൃപ്തിയോടെ ചോദിച്ചു. ടോമിൻ്റെ മനസ്സിൽ പുതിയ സാഹസ പ്രവൃത്തികളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഒരു ദിവസം രാത്രി വേഷം മാറി 3 പേർക്കും കൂടി പുറത്തു കടക്കണമെന്നും ചുവന്നിന്ത്യക്കാരുടെ ഇടയിലെത്തി 1-2 ആഴ്ച പല സാഹസിക കാര്യങ്ങളുമായി അവിടെ കഴിച്ചു കൂട്ടണമെന്നും അവൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരിച്ചു പോകാൻ എനിക്ക് പേടിയാണ്. അച്ഛൻ എന്നെ കണ്ടുപിടിച്ചാൽ കൊന്നുകളയും. അച്ഛനെക്കുറിച്ച് ഇനി പേടിക്കേണ്ട ഹക്ക്, അയാൾ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല, ജിം പറഞ്ഞു. അതെന്താ? ജിം മറുപടി പറയാൻ മടിച്ചു. ഞാൻ നിർബന്ധിച്ചപ്പോൾ അവൻ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു. പുഴയിലൂടെ ഒലിച്ചു വന്നൊരു വീട് നിനക്ക് ഓർമ്മയില്ലേ ഹക്ക്? ഉണ്ട്, ഓർമ്മയുണ്ട്. അതിലൊരാൾ മരിച്ചു കിടന്നിരുന്നില്ലേ? ഉവ്. അത് നിന്റെ അച്ഛനായിരുന്നു. എനിക്ക് തിരിച്ചു പോകാൻ തിടുക്കമായി. ജെറ്റ് താച്ചറുടെ കയ്യിൽ എൻ്റെ $6000 ഉണ്ട് എന്നത് മാത്രമല്ല അതിന് കാരണം. സാലിയമ്മായി എന്നെ ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നതായി ഞാൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ വന്നാൽ അവരെന്നെ പരിഷ്കാരിയാക്കാൻ ശ്രമിക്കും. അത് മുമ്പൊരിക്കൽ ഞാൻ കുറെ അനുഭവിച്ചതാണല്ലോ.